السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. അൽ-ഇർഷാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് എന്ന ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ കിതാബ് അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ അഖീദ പഠന പരമ്പരയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഹുദൂസു ശിർക്ക് ഫി തൗഹീദിൽ ഇലാഹിയ്യ, ഉലൂഹിയത്തിലെ തൗഹീദിൽ ഷിർക്ക് വന്ന ചരിത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ഇനി ഖത്റു ശിർക്ക് വജൂബുൽ ഹദ്രി മിൻഹു ബിതജന്നുബി അസ്ബാബിഹി എന്ന അധ്യായമാണ് ഇന്ന് എടുക്കേണ്ടത്. എൻ്റെ അടുത്തുള്ള കോപ്പി 46 നിങ്ങൾ 43 ഒക്കെ ആയിരിക്കാം. 35 ഓക്കെ. ഖത്റു ശിർക്ക്, ഷിർക്കിൻ്റെ അപകടം, വജൂബുൽ ഹദ്രി മിൻഹു അതിൽ നിന്ന് ജാഗ്രത പാലിക്കൽ നിർബന്ധമാണ് എന്നതും, ബിതജന്നുബി അസ്ബാബിഹി ഷിർക്കിൻ്റെ അസ്ബാബുകൾ, ഷിർക്കിലേക്ക് എത്തിക്കാവുന്ന കാര്യങ്ങൾ, കാരണങ്ങൾ, ഷിർക്ക് വരാനുള്ള കാരണങ്ങൾ അതെല്ലാം വെടിയുക വഴി ഷിർക്കിൽ നിന്ന് ജാഗ്രത പാലിക്കണം എന്നുമുള്ള ഭാഗമാണ് ഇനി പറയുന്നത്. ഷിർക്ക് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് എന്നും ആ ഷിർക്കിൽ എത്താതിരിക്കാൻ, ഷിർക്കിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള എല്ലാ വഴികളെയും ഒഴിവാക്കുകയും വേണം എന്നതാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. അശ്ശിർക്കു അഅ്ളമുൽ ദുനൂബി, ഷിർക്ക് പാപങ്ങൾ ഏറ്റവും വലിയ പാപമാണ്. ലിഅന്ന അല്ലാഹ തആല അഖ്ബറ അന്നഹു ലാ മഗ്ഫിറത ലിമൻ ലം യതുബ് മിൻഹു, തൗബ ചെയ്യാതെ ഷിർക്കിൽ നിന്ന് മഗ്ഫിറത്തില്ല എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചതാണ്. ബാക്കി ഏത് പാപവും തൗബ ചെയ്യാതെ ഒരു പക്ഷെ പുറത്തേക്കാം, എന്നാൽ ഷിർക്ക് തൗബ ചെയ്യാതെ പൊറുക്കുകയില്ല. മഅ അന്നഹു സുബ്ഹാനഹു കതബ അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു തആല സ്വയം റഹ്മത്ത് ബാധ്യതയായി ഏറ്റെടുത്തവനാണ്, രേഖപ്പെടുത്തിയവനാണ്. എന്നിട്ട് പോലും അല്ലാഹു തആല ഇത് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞത്. അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, ഗഫാറാണ്. കതബ അലാ നഫ്സിഹി റഹ്മ, സ്വന്തത്തിന് മേൽ റഹ്മത്ത് അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പോലും അല്ലാഹു തആല പറഞ്ഞു ഷിർക്ക് ചെയ്താൽ പൊറുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഷിർക്ക് ചെയ്താൽ പൊറുക്കുകയില്ല എന്ന് അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞു. وذلك يوجب للعبد شدة الحذر وشدة الخوف من الشرك الذي هذا شأنه. അതുകൊണ്ട് ഈ നിലക്കുള്ള ഷിർക്കിനെ അങ്ങേയറ്റം അവൻ അതിൽ നിന്ന് വിട്ടുനിൽക്കലും ജാഗ്രത പാലിക്കലുമൊക്കെ എത്രമാത്രം നിർബന്ധമാണ്, വാജിബാണ് എന്ന് ഇതവനെ അറിയിക്കുന്നു. അല്ലാഹു റഹ്മാനായിട്ട് കൂടി അല്ലാഹു തആല ഇത് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞെങ്കിൽ എത്രമാത്രം വലിയ ഗൗരവമാണ് ഷിർക്കിനുള്ളത് എന്നാണ് അത് അറിയിക്കുന്നത്. വയഹ്മിലുഹു അലാ മഅരിഫത്തിഹി ലിതവഖീഹി, ആ ഷിർക്കിനെ സൂക്ഷിക്കാൻ വേണ്ടി, ഷിർക്ക് അറിയാൻ അവനെ പ്രേരിപ്പിക്കുന്നുമുണ്ട് ഇക്കാര്യം. ലഅന്നഹു അഖ്ബഹുൽ ഖബീഹി വഅല്ലമുൽ ദുൽമി, ദുൽമിൽ വെച്ച് ഏറ്റവും വലിയ ദുൽമ് ഷിർക്കാണ്. ഖബീഹ് മ്ലേച്ഛമായതിൽ ഏറ്റവും മോശമായത് ഷിർക്കാണ്. അതുകൊണ്ട് ആ ഷിർക്കിൽ ചെന്ന് ചാടാതിരിക്കാൻ എന്താണ് ഷിർക്ക്, എങ്ങനെയൊക്കെയാണ് ഷിർക്ക് വരിക എന്നൊക്കെ അറിയലും അതിൽ നിന്ന് ജാഗ്രത പാലിക്കലും നിർബന്ധമുള്ള വാജിബായ കാര്യമാകുന്നു. ഖാല തആല ഇന്ന ശിർക ലദുൽമുൻ അളീം, അല്ലാഹു തആല പറഞ്ഞു ഷിർക്ക് വമ്പിച്ച അക്രമം തന്നെയാകുന്നു. വദാലിക ലിഅന്നഹു തനഖ്ഖുസുൻ ലില്ലാഹി അസ്സ വജല്ല വമുസാവാത്തുൻ ലിഗൈരിഹി ബിഹി, കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിന് ന്യൂനത കൽപ്പിക്കലാണ്, അല്ലാഹു അല്ലാത്തവരെ റബ്ബിനോട് തുല്യപ്പെടുത്തലുമാണ്. പടപ്പുകളെ പടച്ചോട് തുല്യപ്പെടുത്തുന്നു. അപ്പം അതിനർത്ഥം
പടച്ചോന് ചില പോരായ്മകൾ, പടച്ചോനെ സ്ഥാനം കുറക്കൽ അതിലുണ്ട്. കമാ ഖാല തആല അല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. അല്ലാഹു തആല പറഞ്ഞു, അവിശ്വസിച്ചവർ തങ്ങൾ റബ്ബിനോട് തുല്യപ്പെടുത്തുന്നു എന്നല്ലാഹു പറഞ്ഞു. വഖാല തആല ഫലാ തജ്അലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. നിങ്ങൾ അല്ലാഹുവിന് തുല്യന്മാരെ ഉണ്ടാക്കരുത്, കാര്യങ്ങളെല്ലാം അറിയുന്നവരായിരിക്കെ. വലിഅന്ന ശിർക മുനാഖിദുൻ ലിൽ മഖ്സൂദി ബിൽ ഖൽഖി വൽ അംരി മിൻ കുല്ലി വജ്ഹിൻ. അല്ലാഹു തആല എന്തിനാണോ സൃഷ്ടിച്ചത്, റബ്ബ് എന്താണോ കൽപ്പിച്ചത്, അതിനോട് എല്ലാ അർത്ഥത്തിലും എതിരാകുന്ന കാര്യമാണ് ശിർക്ക്. അല്ലാഹ് മനുഷ്യരെ പടച്ചത് എന്തിനാണോ ആ അടിസ്ഥാന ലക്ഷ്യത്തിന് വിരുദ്ധമാണ് ശിർക്ക്. റബ്ബ് എന്താണോ മനുഷ്യരോട് കൽപ്പിച്ചത് അതിന് നേരെ വിരുദ്ധമാണ് ശിർക്ക്. ഫമൻ അശ്റക ബില്ലാഹി അസ്സ വജല്ല. അതിനാൽ ആരെങ്കിലും പടച്ച റബ്ബിനോട് പങ്കു ചേർത്താൽ ഫഖദ് ശബ്ബഹൽ മഖ്ലൂഖ ബിൽ ഖാലിഖി. അവൻ ചെയ്തത് സൃഷ്ടിയെ സൃഷ്ടാവിനോട് സാദൃശ്യപ്പെടുത്തുക എന്നതാണ്. വഅഖബഹു തശ്ബീഹി തശ്ബീഹുൽ ആജിസിൽ ഫഖീർ ബിദ്ദാത്തി ബിൽ ഖാദിൽ ഗനിയ്യ ബിദ്ദാത്തി അൻ ജമീഇൽ മഖ്ലൂഖാത്ത്. പലതരം സാദൃശ്യപ്പെടുത്തൽ ലോകത്തുണ്ട്. പക്ഷെ ആ സാദൃശ്യപ്പെടുത്തലുകളിൽ ഏറ്റവും മോശമായ സാദൃശ്യപ്പെടുത്തൽ എന്ന് പറയുന്നത് ഫഖീറായ, അശക്തനായ, സ്വന്തം നിലക്ക് ഒരു കഴിവുമില്ലാത്ത ഒന്നിനെ എല്ലാ അർത്ഥത്തിലും ഗനിയായ ഖാദിറായവനോട് തുല്യപ്പെടുത്തുക. അതിനേക്കാളും വലിയ മോശമായ തുല്യപ്പെടുത്തൽ മറ്റെന്താ ഉള്ളത്? ഏതാണ്ട് സമ്മളമൊക്കെ നമ്മൾ തുല്യപ്പെടുത്തും. പക്ഷേ പടച്ച റബ്ബ് ഖാദിറാണ്, ഗനിയ്യും ബിദ്ദാത്താണ്, സ്വന്തം നിലക്ക് ഒരു സൃഷ്ടിയും ആശ്രയിക്കാത്തവനാണ്. സൃഷ്ടികളോ ആജിസാണ്, അശക്തനാണ്, ഒരു കഴിവുമില്ലാത്തതാണ്. എന്നാൽ ഒരു കഴിവുമില്ലാത്ത സൃഷ്ടിയെ എല്ലാ കഴിവുമുള്ള റബ്ബിനോട് തുല്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതേക്കാളും മോശപ്പെട്ട തുല്യപ്പെടുത്തൽ മറ്റെന്തുണ്ട്? വഖദ് ഹദ്ദറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മതഹു മിനശ്ശിർക്കി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉമ്മത്തിനോട് ശിർക്കിനെ പറ്റി താക്കീത് ചെയ്തിട്ടുണ്ട്. വസദ്ദ കുല്ല തുർഖില്ലതി തുഫ്ളി ഇലൈഹി. ശിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളെയും അല്ലാഹുവിൻ്റെ റസൂൽ അടച്ചിട്ടുമുണ്ട്. ശിർക്കിലേക്ക് എത്താൻ സാധ്യതയുള്ള എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളെല്ലാം നബി തങ്ങൾ അടക്കുകയും ചെയ്തു. ഫഖദ് ബഅസല്ലാഹു നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാരത്തുൽ അറബി ബൽ വഹാരത്തു അഹ്ലിൽ അർളി കുല്ലിഹിം ഇല്ലാ ബഖായ മിൻ അഹ്ലിൽ കിതാബി കാനത് അലാ അസ്വൈ ഹാല. അല്ലാഹു തആല നബിയെ നിയോഗിക്കുമ്പോൾ അറബികളുടെ അവസ്ഥ വളരെ മോശമായ അവസ്ഥയാണ്. അറബികൾ മാത്രമല്ല, ലോകത്ത് ഭൂമിയിലുള്ള മൊത്തം മനുഷ്യന്മാരുടെയും അവസ്ഥ ഇല്ലാ ബഖായ അഹ്ലിൽ കിതാബ്, അഹ്ലു കിതാബിൽപ്പെട്ട ഏതാനും ചില ശേഷിപ്പുകൾ മാത്രമാണ് അതിന് അപവാദമായിട്ടുണ്ടായിരുന്നത്. തൗറാത്ത് പ്രകാരം ജീവിച്ചു പോന്ന, ഇഞ്ചിൽ പ്രകാരം ജീവിച്ചു പോന്ന, ശിർക്കൊന്നും ചെയ്യാത്ത ഒറ്റപ്പെട്ട ചില മനുഷ്യന്മാർ ഭൂമിൻ്റെ ചില കോണുകളിൽ ഉണ്ട് എന്നൊഴിച്ചാൽ ബാക്കി ലോകം മുഴുവനും വളരെ മോശമായ അവസ്ഥയിലുണ്ടാകുമ്പോഴാണ് അല്ലാഹു തആല മുഹമ്മദ് നബിയെ നിയോഗിക്കുന്നത്. കമാ ഖാല തആല ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നബി തങ്ങൾ അല്ലാഹു നിയോഗിച്ചത് വലിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞ അവസാനം കാണാം, ആ ആളുകൾ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. ആ മനുഷ്യന്മാർ മൊത്തത്തിൽ ളലാലും മുബീനിലായപ്പോഴാണ് അല്ലാഹു തആല നബിയെ നിയോഗിച്ചത്. ഇല്ലാ ബഖായ മിൻ അഹ്ലി കിതാബിന, അഹ്ലു കിതാബിൽ നിന്ന് ചില ബഖിയത്തുകൾ, ചില ശേഷിപ്പുകൾ മാത്രമാണ് അന്ന് അല്ലാത്തുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ തെറ്റായ മോശമായ വഴിയിലാണ്. ലഖദ് കാനത്തിൽ ഖലീഖ ഫീ ഹാദിഹിൽ ഫത്ര ബൈന വസനിയ്യത്തിൻ ഹായിറ തത്തഖിദു ആലിഹതഹ മിൻ ഹിജാറത്തിൻ മൻഹൂത വഅസ്നാമിൻ മൻസൂബ തഅകിഫു ഇൻദഹ വതതൂഫു ഹൗലഹ. അന്നത്തെ സൃഷ്ടികളുടെ അവസ്ഥ ഒന്ന് വളരെ അസ്വസ്ഥമായ രൂപത്തിലുള്ള വസനീയത്ത്, വിഗ്രഹാരാധനയാണ് അവിടെയുള്ളത്. അവർ ഇലാഹുകളെ അവരുണ്ടാക്കുന്നു മിൻ ഹിജാറത്തിൻ മൻഹൂത, കുത്തിയുണ്ടാക്കപ്പെട്ട കല്ലുകളിൽ നിന്ന്, വഅസ്നാമിൻ മൻസൂബ, നാട്ടപ്പെട്ട പ്രതിമകളിൽ നിന്നൊക്കെ അവർ ഇലാഹുകളെ സ്വീകരിക്കുന്നു. തഅകിഫു ഇൻദഹ, അതിനടുത്ത് പോയിട്ട് ഭജനമിരിക്കുന്നു. വതതൂഫു ഹൗലഹ, അതിന് ചുറ്റും അവർ പ്രദക്ഷിണം ചെയ്യുന്നു. വതുഖർരിബു ലഹ അൽദബാഇഹ, അതിനു വേണ്ടി അവർ മൃഗങ്ങളെ അറുക്കുന്നു. മിൻ അൻഫസി അംവാലിഹ ബൽ വഹത്താ മിൻ ഔലാദിഹ,
അവർ സമ്പത്തുക്കളിൽ ഏറ്റവും മുന്തിയ സമ്പത്ത് ആ ദൈവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നല്ല, മക്കളെപ്പോലും അതിനു വേണ്ടി പരിഗണിക്കുന്ന അവസ്ഥ. തൻ്റെ സമ്പത്തിൽ ഏറ്റവും മികച്ച സമ്പത്ത് ഏതാണോ ആ സമ്പത്ത് ഇവയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നു എന്ന് മാത്രമല്ല, സ്വന്തം മക്കളെപ്പോലും ഈ വിഗ്രഹങ്ങൾക്ക്, പ്രതിമകൾക്ക്, തങ്ങളുടെ ആരാധനയ്ക്ക് മുമ്പിൽ ബലി കൊടുക്കുന്ന അവസ്ഥയിലാണ് അന്ന് മനുഷ്യന്മാർ ഉണ്ടായിരുന്നത്. കമാക്കാലത്ത് ആയ അവരുടെ പങ്കുകാർ അവർക്ക് നന്നാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്നു, തങ്ങളുടെ മക്കളെ കൊല്ലൽ പോലും നന്നാക്കി കാണിച്ചു കൊടുക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇതാണ് പ്രവാചകൻ നിയോഗിക്കപ്പെടുമ്പോൾ മനുഷ്യന്മാരുടെ അവസ്ഥ. വഫരീഖുൻ ആഖർ, മറ്റൊരു വിഭാഗം ലോകത്തുണ്ട്. ഒന്നിങ്ങനെ ഈ വിഗ്രഹാരാധനയിൽ മുഴുകിയ ആളുകൾ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പോയി ഭജനമിരിക്കുന്നു, അവിടെ പോയി തവാഫ് ചെയ്യുന്നു, അവിടേക്ക് നേർച്ചകൾ നേടുന്നു, അവിടേക്ക് ബലികൾ അർപ്പിക്കുന്നു, ഏറ്റവും മികച്ച സമ്പത്ത് പോലും അതിനു മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നു, സ്വന്തം മക്കളെപ്പോലും അതിനു മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നു. ഇതാണ് ഒരു വിഭാഗം അന്ന് ലോകത്തുള്ളത്. മറ്റൊരു വിഭാഗം അഥവാ അഹ്ലുൽ കിതാബ്, വേദക്കാർ. അവർ ഇമ്മാ നസ്രാനിയ, ഒന്നുകിൽ നസ്വാറാക്കൾ, ഹാഇറത്തുൻ ളല്ലത് അൻ സവാഇസ് സബീൽ, ശരിയായ വഴിയിൽ തെറ്റിപ്പോയ മറ്റൊരു ടീമാണ് അവർ അന്നുള്ളത്. ഫജഅത്തിൽ ആലിഹത സലാസതൻ, അവരുടെ കണക്കിൽ ഇലാഹുകൾ 3 എണ്ണമാണ്. 3 ഇലാഹുകളാണ് അവർക്കുള്ളത്. വത്തഖദത് മിൻ അഹ്ബാരിഹ വഖിദ്ദീസിഹ അർബാബൻ മിൻ ദൂനില്ലാ, അവരുടെ പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ എല്ലാം അല്ലാഹുവിന് പുറമെ റബ്ബുകളായി സ്വീകരിച്ചവരാണ് അവർ. അവരാണ് എല്ലാം. അവർ പറഞ്ഞാൽ അതന്നെ മതം, അവർ തീരുമാനിച്ചാൽ അത് തന്നെ അവസാനത്തെ തീരുമാനം എന്ന് വിശ്വസിച്ച് പോകുന്ന നസ്വാറാക്കൾ. മറ്റൊന്ന് ഇമ്മ യഹൂദിയത്തുൻ മുദമ്മിറ, അല്ലെങ്കിൽ ഒന്നാകെ തകർത്ത് കളയുന്ന യഹൂദികളാണുള്ളത്. ആസത് ഫിൽ അർളി ഫസാദ വഅശ്അത് നാറൽ ഫിതൻ വലഖദ് അഹദ അല്ലാഹു വമീസാഖ വതലാഅബത് ബിനുസൂസി കിതാബിഹ ഹത്താ ഹർറഫത്ഹ അൻ മവാദിഇഹ, അവർ നാട്ടിൽ മൊത്തം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഫിത്നയുടെ തീ അവർ ആളിക്കത്തിച്ചിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള കരാറൊക്കെ അവർ ലംഘിച്ചിരിക്കുന്നു. അവരുടെ വേദഗ്രന്ഥങ്ങളുടെ ടെക്സ്റ്റുകളെപ്പോലും അവർ മാറ്റിമറിച്ചിരിക്കുന്നു. ഇതാണ് യഹൂദികളുടെ അവസ്ഥ അന്നുള്ളത്. ഫരീഖുൻ സാലിസ്, ഇനി 3ാമതൊരു വിഭാഗം. ഒന്ന് മക്കത്തെ അറബികൾ, അത് ആദ്യം പറഞ്ഞത്. 2 അഹ്ലു കിതാബ്, ജൂതന്മാരും ക്രിസ്ത്യാനികളും അടങ്ങുന്ന അഹ്ലു കിതാബ്. ഫരീഖുൻ സാലിസ്, 3ാമതൊരു വിഭാഗം ഹുമുൽ മജൂസ്, അവരാണ് മജൂസികൾ, അഗ്നിയാരാധകർ. അല്ലദീന യഅ്ബുദൂന നീറാന, അവർ ആരാധിക്കുന്നത് തീയാണ്. വയത്തഖിദൂന ഇലാഹൈനി അഹദുഹുമാ ഖാലിഖുൽ ലിൽ ഖൈരി വസ്സാനി ഖാലിഖുൽ ലിശ്ശർരി ബിസഅമിഹിം, ഒരു വാദപ്രകാരം 2 ഇലാഹുകളാണ്. ഒരു ഇലാഹ് ഖൈറിനെ സൃഷ്ടിക്കുന്നു, മറ്റൊരു ഇലാഹ് ഷർറിനെ സൃഷ്ടിക്കുന്നു. ഇതാണ് മജൂസികളുടെ വിശ്വാസം. എല്ലാം ഒരു സൃഷ്ടാവല്ല. ഖൈറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദൈവം, ഷർറൊക്കെ ഉണ്ടാക്കുന്ന മറ്റൊരു ദൈവം എന്നാണ് അവരുടെ വിശ്വാസം. ഇതാണ് 3ാമതൊരു ടീം. ഫരീഖുൻ റാബിഉൻ, 4ാമതൊരു വിഭാഗം ലോകത്തുള്ളത് വഹുമുസ്സാബിഊൻ, സ്വാബി മതക്കാർ. അല്ലദീന യഅ്ബുദൂന കവാകിബ വന്നുജൂമ, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവർ. വയഅ്തഖിദൂന തഅ്സീറഹ ഫിൽ അർളി, ആ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ പല സ്വാധീനവുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ. നക്ഷത്രം ഉദിച്ചാൽ ഇവിടെ പലതും സംഭവിക്കും. ആ നക്ഷത്രത്തിലാണെങ്കിൽ ഇവിടെ പല ഗുണങ്ങളുണ്ടാകും. ആ നക്ഷത്രം നോക്കിയിട്ട് ഒരു കാര്യം തീരുമാനിക്കുക, ഇതായിരുന്നു അവരുടെ വിശ്വാസം. ഇന്നിപ്പോൾ അതൊക്കെ മുസ്ലിമുകളിലുണ്ട്. ഈ പറയപ്പെട്ട എല്ലാ സംഗതിയും മുസ്ലിമുകളിലുണ്ട്. ഫരീഖുൻ ഖാമിസ്, 5ാമതൊരു വിഭാഗം ഹുമുദ്ദഹ്രിയ, അവർ ദഹ്രിയാക്കൾ. അല്ലദീന ലാ യദീനൂന ബിദീനിൻ, ഒരു ദീനുമില്ലാത്തവർ. വലാ യുഅ്മിന ബിബഅസിൻ വലാ ഹിസാബിൻ, ഹിസാബുമില്ല, പുനർജന്മവുമില്ല, വിചാരണയുമില്ല എന്ന് വിശ്വസിച്ച് പ്രകൃതിവാദം, ഈ ഇവിടെ ഇങ്ങനെ ജീവിച്ച് വലിച്ചു പോകുന്നു, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്ന് വാദിക്കുന്ന പ്രകൃതിവാദക്കാർ, ഇതുമാണ് അന്നുള്ളത്. നബി തങ്ങൾ നിയോഗിക്കപ്പെടുമ്പോൾ ഇതാണ് ഭൂമുഖത്തെ മൊത്തം മനുഷ്യന്മാരുടെ അവസ്ഥ. ജഹാലത്തുൻ ജഹല വദലാലത്തുൻ അംയ, അങ്ങേയറ്റത്തെ വഴികേടും അങ്ങേയറ്റത്തെ ജഹാലത്തുമാണ് അവിടെ. ഫഅൻഖദല്ലാഹു മിൻ ബിഹി മൻ ഖബല ദഅവതഹു വസ്തജാബ ലഹു മിനൽ ദുലുമാത്തി ഇലൻ നൂർ. നബി തങ്ങളുടെ ദഅവത്ത് സ്വീകരിച്ച ആളുകളെ അല്ലാഹു തആല അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. വഅഅദൽ ഹനീഫിയത സംഹ മില്ലത ഇബ്രാഹീമ അലൈഹി സ്വലാത്തു വസ്സലാം, ശരിയായ ഋജുവായ വഴി ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, അത് 2ാമത് ഭൂമിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു.
وهدم الأوثان وهدم الأوثان ونهى عن الشرك وصد كل الوسائل الموصلة إليه. അങ്ങനെ ആ വിഗ്രഹങ്ങളെല്ലാം ഇല്ലാതാവുകയും അവിടെ ശിർക്ക് വിലക്കുകയും അതിലേക്ക് എത്തിക്കാവുന്ന എല്ലാ വഴികളെയും അടക്കുകയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. وإليك بيان الوسائل القولية والفعلية التي نهى عنها رسول الله صلى الله عليه وسلم لأنها تفضي إلى الشرك. ശിർക്കിലേക്ക് എത്തിക്കുന്ന കാരണത്താൽ നബി തങ്ങളെ വിരോധിച്ച വാക്കുകളും പ്രവർത്തികളും പറയാം. ഒന്ന്, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തലഫ്ഫുദ് ബിൽ അൽഫാദ് അല്ലതി ഫിഹാ തസ്വിയത്തു ബൈനല്ലാഹി വബൈന ഖൽഖിഹി. അല്ലാഹുവിനെയും സൃഷ്ടികളെയും തുല്യപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകൾ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ വാക്കുകൊണ്ട് മാത്രമേ ഇപ്പോൾ ശിർക്ക് ഉണ്ടാവില്ല, വിശ്വാസമാണ് ശിർക്ക്. പക്ഷെ ഈ വാക്ക് ശിർക്കിലേക്ക് വഴിവെക്കുന്ന ഒരു വാക്കാണ്. അതിനാൽ ആ വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉദാഹരണമായി മാഷാ അല്ലാഹു വശിഅ്ത, നബിയെ നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, നീ അള്ളാഹു തുല്യമാക്കുകയാണോ? ലൗലല്ലാഹു വഅൻത, അള്ളാഹുവും നിങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ പറയാൻ പാടില്ല എന്ന് നബി പ്രത്യേകം പറഞ്ഞാണ്. പടച്ചോളുകളില്ലെങ്കിൽ എൻ്റെ കാര്യം ബുദ്ധിമുട്ടായിരുന്നു, അത് പറയാൻ പാടില്ല. അള്ളാഹിനോട് കൂട്ടി പറയാന്നുള്ളത് ശരിയല്ല. അല്ല, ലൗലല്ലാഹു വഅൻത എന്നോട് അള്ളാഹിനെ കൂടെ അന്തയും കൂടി ചേർത്ത് പറഞ്ഞു. സുമ്മ അന്ത പറയാം, സുമ്മ അന്ത എന്ന് പറയാം. വഅമറ ബിഅൻ യുഖാൽ ബദല ദാലിക, അതിന് പകരം നബി ഞങ്ങൾ കൽപ്പിച്ചു മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത പറയാം. മാഷാ അല്ലാഹു വശിഅ്ത പറയാൻ പാടില്ല, മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത. അപ്പോൾ രണ്ടായി. ലഅന്നൽ വാവ തഖ്തദി അത്തസ്വിയ വസുമ്മ തഖ്തദി അത്തർതീബ. കാരണം വശിഅ്ത പറയുമ്പോൾ തസ്വിയത്ത് വരും, നിങ്ങളും അല്ലാഹുവും എന്ന് പറയുമ്പോൾ വാവ് എന്താണ്? രണ്ടും തുല്യപ്പെടുത്തലാണ്. സുമ്മ പറയുമ്പോഴോ അല്ലാഹു പിന്നെ നീ എന്ന് വരുമ്പോൾ രണ്ടായി മാറി. അതുകൊണ്ട് വ അൻത വശിഅ്ത എന്ന് പറഞ്ഞുകൂടാ, സുമ്മ ശിഅ്ത എന്ന് പറഞ്ഞോ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. വഹാദി തസ്വിയത്ത് ഫിൽ ലഫ്ളി ശിർക്കുൻ അക്ബർ, ഈ വാക്ക് അത് ചെറിയ ശിർക്കാണ്. വസീലത്തുൻ ഇല ശിർക്കിൽ അക്ബർ, വലിയ ശിർക്കിലേക്കുള്ള വസീലയുമാണ്. ചെറിയ ശിർക്കാണ്, അതോടൊപ്പം ശിർക്കുൽ അക്ബറിലേക്കുള്ള വസീലയാണ്. അതുകൊണ്ട് ഇത് പാടില്ല എന്ന് പറഞ്ഞു. 2, നഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഗുലുവി ഫീ തഅ്ലീമിൽ ഖുബൂരി ബിൽ ബിനാഇ അലൈഹാ വഇസ്റാജിഹാ വതജ്സീസിഹാ വൽ കിതാബത്തി അലൈഹാ. നബി തങ്ങൾ ഖബറിന്റെ വിഷയത്തിൽ അമിതമായ ആദരവ് പാടില്ല എന്ന് പറഞ്ഞു, വിലക്കിയതിനെ. എങ്ങനെയൊക്കെയാണ്? ബിൽ ബിനാഇ അലൈഹാ, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുക, വഇസ്റാജിഹാ, അവിടെ വിളക്കെത്തിക്കുക, വതജ്സീസിഹാ, അവിടെ കുമ്മായം ഇടുക, ഒരു കിതാബത്തി അലൈഹാ, അത് എഴുതി വെക്കുക, ഇതൊന്നും പാടില്ല എന്ന് നബി ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ശിർക്കിലേക്കുള്ള വഴിയാണ്. ഖബറിന്മേൽ എഴുതിച്ചാൽ ശിർക്കാവോ? ഇല്ല. പക്ഷെ ഖബറിൽ എഴുതി വെക്കൽ പിന്നീട് ആ ഖബറാളി ആരാധിക്കുന്നതിലേക്ക് എത്തിക്കും. അവിടെ വെളുക്കെത്തിച്ചാൽ ശിർക്കാവോ? ഇല്ല. പക്ഷെ അത് പിന്നീട് ഖബറാളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് എത്താൻ വഴിയുള്ളതൊക്കെ പാടില്ലെന്ന് പറഞ്ഞു. 3, ലഹാൻ ഇത്തിഖാദിൽ ഖുബൂരി മസാജിദ ലിസ്സലാത്തി ഇൻദഹാ, ഖബറുകളെ പള്ളികളാക്കി മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് സമീപത്ത് പോയി നിസ്കരിക്കാൻ വേണ്ടി. ലഅന്ന ദാലിക വസിയത്തുൻ ലിഇബാദത്തിഹാ, ഇപ്പം നിസ്കാരം അല്ലാഹ്ക്കാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഖബറാളി ആരാധിക്കുന്നത് കാരണമായി മാറും. 4, നഹാ അനി സ്വലാത്തി ഇൻദ തുലൂഇ ശംസി വ ഇൻദ ഗുറൂബിഹാ, സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇമാ ഫീ ദാലിക ഫി തശബ്ബുഹി ബില്ലദീന യസ്തുനഹാ ഫീ ഹാദിൽ ഔഖാത്ത്, കാരണം ഈ സമയത്താണ് സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ സൂര്യനെ സുജൂദ് ചെയ്യുക. അവിടെ അവരോട് പോലും സാദൃശ്യപ്പെടാൻ പാടില്ല എന്നതിനാൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് സുബഹിക്ക് ശേഷം നിസ്കാരം പാടില്ല. സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോൾ അസ്റിന് ശേഷം മഗ്രിബ് വരെ നിസ്കാരം പാടില്ല. എന്തുകൊണ്ട്? നിസ്കാരം അല്ലാഹ്ക്കാണ്, പള്ളിയിലാണ്, എന്നാലും പാടില്ല. കാരണം ആ സമയത്ത് ശിർക്ക് ചെയ്യുന്ന ഖൗമുകളുണ്ട്. അപ്പം അവരോട് തുല്യപ്പെടേണ്ടതില്ല. അതുപോലെ നബി തങ്ങൾ അത്ര പോലും ശിർക്കിൻ്റെ വഴിയിലേക്ക് പോകുന്നതിനെ ഇല്ലാതാക്കി. 5, നഹാ അനി സഫരി ഇലാ അയ്യി മക്കാനി മിൻ അംകിന ബിഖസ്ദി തഖറബി ഇലല്ലാഹി ഫീഹി ബിൽ ഇബാദ, അല്ലാഹുവിലേക്കുള്ള അടുപ്പം ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേകമായ യാത്രകൾ ഒരു സ്ഥലത്തേക്കും പാടില്ല എന്ന് പറഞ്ഞു. ഇല്ല ഇൽ മസാജിദ് സലാസ, 3 പള്ളിക്കല്ലാതെ. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഈ 3 പള്ളിയില്ലാത്ത ഒരു പള്ളിക്കും പ്രത്യേക പുണ്യം കാംക്ഷിച്ചുകൊണ്ടുള്ള യാത്രകൾ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. 6, നഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഗുലുവി ഫീ മദ്ഹിഹി, നബിയെ പ്രശംസിക്കുന്നതിൽ പോലും അമിതമാവരുത് എന്ന് പറഞ്ഞു. ഫഖാൽ ലാ തുത്റൂനി കമാ അത്റത്തിൻ നസ്വാറ ഇബ്ന മറിയം, നബി തങ്ങൾ പറഞ്ഞു നസ്വാറാക്കൾ ഈസ ഇബ്നു മറിയമിനെ അമിതമായി പ്രശംസിച്ചതുപോലെ
നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. ഇന്നമാ അന അബ്ദുൻ, തീർച്ചയായും ഞാനൊരു അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, നിങ്ങൾ പറയേണ്ടത് അള്ളാഹിൻ്റെ അടിമയാണ്, അള്ളാഹിൻ്റെ റസൂലാണ് എന്നേ പറയാവൂ. അല്ലാതെ അവർ പറഞ്ഞ പോലെ എൻ്റെ കാര്യത്തിൽ അമിതമായി നിങ്ങൾ പറയരുത് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. വൽ ഇത്റാഉ ഹുവൽ മുബാലഗതു ഫിൽ മദ്ഹ് ലാ തുത്റൂനി എന്ന് പറഞ്ഞല്ലോ. ഇത്റാ എന്ന് പറഞ്ഞാൽ മദ്ഹിലെ അമിതമാകലാണ്, പ്രശംസ ഓവറാകുക. അതിനാണ് അറബിയിൽ ഇത്റാ എന്ന് പറയുക. ആ വാക്ക് നബി ഉപയോഗിച്ചത് ലാ തുത്റൂനി, എന്നെ പ്രശംസിക്കുന്നതിൽ നിങ്ങൾ അമിതമാവരുത്. 7 നഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗല ഉപയോഗിക്കാം, ഹദീസിൽ വന്ന പ്രയോഗമാണ്. അള്ളാഹിനെ പറ്റി മൗല പറഞ്ഞിട്ടുണ്ട്, ആ അർത്ഥത്തിൽ അള്ളാഹ്ക്കേ പറ്റുള്ളൂ, അല്ലാതെ ഉപയോഗിക്കാം. ഇപ്പൊ സയ്യിദും അള്ളാഹിനെ കൂടെ ചേർത്തി പറഞ്ഞപ്പോൾ ചില സ്ഥലത്ത് നബി പറഞ്ഞു സയ്യിദ് പറയണ്ടാറ്. അന്ത സയ്യിദുന എന്ന് പറഞ്ഞ നബി പറഞ്ഞു സയ്യിദ് അള്ളയാണ്. അത് അതിനൊക്കെയുള്ള ഒരു അമിതമാകുന്നു എന്ന് കണ്ടപ്പോൾ നബി പറഞ്ഞു അത് പറയണ്ട. എന്നല്ലാത്ത സ്ഥലത്തോ നബി തന്നെ പറഞ്ഞു അന സയ്യിദു വുൽദി ആദം എന്ന പോലെയാണ് മൗല എന്നുള്ള വാക്കും. അള്ളാഹ് മൗലയാണ്, ആ നിലക്ക് അള്ളാഹ് മാത്രമേ മൗലയുള്ളൂ. എന്നാൽ അല്ലാതെ മൗല ഉപയോഗിക്കുന്ന വിരോധമില്ല. ഇല്ല, അവിടെ സയ്യിദ് ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. അത് തെറ്റായതുകൊണ്ടല്ല. പക്ഷെ നബി വാചകം പഠിപ്പിച്ചാൽ പിന്നെ ആ വാചകത്തിൽ നമ്മൾ വക കൂട്ടാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഇപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ്, അവിടെ അഷ്ഹദു അന്ന സയ്യിദ് മുഹമ്മദ് റസൂലുള്ളാഹ് ആരും പറഞ്ഞില്ലല്ലോ. എന്താ പറയാത്തത്? നബി സയ്യിദ് അല്ലാത്തതുകൊണ്ടാണോ? അല്ല, അവിടെ നബി പ്രത്യേക വാചകം പഠിപ്പിച്ചു. എന്നപ്പോൾ സ്വലാത്തിലെ വാചകം പഠിപ്പിച്ചിടത്ത് നബി സയ്യിദിനെ പറഞ്ഞില്ല. അപ്പോൾ അവിടെ നമ്മൾ കൂട്ടിയാൽ നബി പഠിപ്പിച്ചത് മുഴുവനായിട്ടില്ല എന്ന് അർത്ഥം വരും. നബി പഠിപ്പിച്ചത് ലേശം കമ്മിയുണ്ട്, അത് നമ്മളാണ്ട് ചേർത്തി കൊടുക്കുക എന്ന ആശയം അതിൽ വരും. അത് പാടില്ല. 7 നഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ വഫാഇ ബിൻ നദ്രി ഇദാ കാന ഫീ മക്കാനിൻ യുഅബദു ഫീഹി സ്വനമുൻ ഔ യുഖാമു ഫീഹി ഈദുൻ മിൻ അഅയാദിൽ ജാഹിലിയ്യ. അല്ലാഹ്ക്ക് വേണ്ടി നേർച്ച നേർന്നാൽ പോലും ഒരു വിഗ്രഹമുള്ള സ്ഥലത്ത് വെച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ജാഹിലിയ്യ ആഘോഷം നടക്കുന്ന സ്ഥലത്ത് വെച്ചാണെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടതില്ല എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. അത് നബിയോട് സ്വഹാബി ചോദിക്കുന്നുണ്ട്, നബിയെ ഞാൻ ബുവാന എന്ന സ്ഥലത്ത് വെച്ച് ഒരു മൃഗത്തെ അറക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, ഞാനത് പൂർത്തിയാക്കണമോ? അപ്പം നബി എന്താ ബുവാനക്ക് പ്രത്യേകത? അവിടെ വല്ല വിഗ്രഹങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല. ജാഹിലിയ്യ കാലത്ത് അവിടെ വല്ലതും നടന്നിരുന്നോ ചോദിച്ചു. ഇല്ല. ജാഹിലിയ്യ കാലത്ത് വല്ല ആഘോഷം നടന്ന സ്ഥലമാണോ? അതുമല്ല. എന്നാ പൂർത്തിയാക്കിക്കോ. അപ്പം അതൊക്കെ ആണെങ്കിലോ പൂർത്തിയാക്കും. അപ്പം നേർച്ച അല്ലാഹ്ക്കാണ്, എന്നാൽ പോലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ അത് പറ്റൂല എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞത്. അതെന്തിനാണ്? ഇത് അല്ലാഹ്ക്കാണ് കൊടുക്കുന്നത്. എന്നാലും അത് കണ്ട് വേറൊരുത്തം വരും, അത് കണ്ട് വേറൊരുത്തം വരും, അത് പിന്നെ അവസാനം വഴിമാറിപ്പോകാൻ സാധ്യതയുണ്ട്. ജാലികാലത്ത് നേർച്ചുണ്ട്, ജാലികാലത്ത് നേർച്ചയാക്കലുണ്ടല്ലോ. അതെ, പിന്നെ ചോദിക്കുന്നത് ആ ബുവാനിൽ വെച്ച് ഞാൻ നേർച്ചയാക്കി അത് പൂർത്തിയാക്കണോ എന്ന് ചോദിക്കുമ്പോഴാണ് നബി വിശദാംശങ്ങൾ ചോദിച്ചത്. അപ്പം അള്ളാഹ്ക്ക് വേണ്ടിയുള്ള നേർച്ചയാണെങ്കിൽ പോലും ഇത്തരം സ്ഥലങ്ങളിലോ സന്ദർഭങ്ങളിലോ ആണെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടതില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം ശിർക്കിലേക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. കുല്ലു ഹാദാ ഹദ്ദറ മിൻഹു, ഇതെല്ലാം നബിതങ്ങൾ താക്കീത് ചെയ്തത് സിയാനത്തൻ ലിത്തൗഹീദ്, തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. വഹിഫാദൻ അലൈഹി വസദ്ദൻ ലിൽ വസായിലി വദ്ദറാഇഇ അല്ലതി തുഫ്ദി ഇലൈഹി, ശിർക്കിലേക്കുള്ള വസീലകൾ, ശിർക്കിലേക്കുള്ള ദരീഅകൾ അതൊക്കെ അടക്കുവാനും തൗഹീദിനെ സംരക്ഷിക്കുവാനുമാണ് ഇതൊക്കെ പാടില്ല എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ സ്വന്തം നിലക്ക് ഈ പറയപ്പെട്ട പലതും ശിർക്കല്ല, എന്നാൽ പോലും ഇതൊക്കെ വിലക്കി. കാരണം ഇത് ശിർക്കിലേക്കുള്ള വഴികളാണ്. ഈ വഴിക്ക് സഞ്ചരിച്ചിട്ട് പിന്നീട് ശിർക്കിലേക്ക് എത്തുമെന്നതിനാൽ എന്നാൽ നബിതങ്ങൾ ഇത്രയൊക്കെ വ്യക്തമായി പരിപൂർണമായി വിശദീകരണം നൽകിയെങ്കിലും ശിർക്കിൽ നിന്ന് ഈ ഉമ്മത്തിനെ അകറ്റാൻ വേണ്ടി നബി ഇത്ര സൂക്ഷ്മത പാലിച്ചുവെങ്കിലും ഖബറുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ഖുബൂരികൾ, അവർ നബി തങ്ങളുടെ ഈ സുന്നത്തിന് നേരെ എതിരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എത്ര വ്യക്തമായി നബി തങ്ങൾ പറഞ്ഞു, എല്ലാ വഴികളും അടച്ചു, ഒരു നിലക്കും ശിർക്ക് വരാനുള്ള ഒരു വഴിയുമില്ല ഇസ്ലാമിൽ, എല്ലാം അടച്ചു. എന്നിട്ട് പോലും അതിനെല്ലാം വിരുദ്ധമാണ് ഇപ്പോൾ ചെയ്യുന്നത്. നബിയുടെ കൽപ്പനക്ക് അവർ എതിർ പ്രവർത്തിച്ചിരിക്കുന്നു. വിലക്കിയ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിരിക്കുന്നു.
ഫസയ്യദു അൽ ഖിബാബ അൽ ഖുബൂർ, അവർ ഖബറുകൾക്ക് മീതെ കുബ്ബകൾ കെട്ടിയുണ്ടാക്കി. വബലൗ അലൈഹ അൽ മസാജിദ, ഖബറുകൾക്ക് മീതെ പള്ളികൾ ഉണ്ടാക്കി. വസയ്യനുഹ ബിഅൻവാഇ സഖാരിഫി, വ്യത്യസ്തമായ തരത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട് ആ ഖബറുകൾ അവർ അലങ്കരിച്ചു. വസറഫു ലഹ അൻവാഅ മിൻ ഇബാദത്തി മിൻ ദൂനില്ലാഹ്, വ്യത്യസ്തമായ ഇബാദത്തുകൾ അവരിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. അപ്പൊ ശിർക്ക് വരും എന്ന് പേടിച്ച് ഏതെല്ലാം വഴികൾ നബി തങ്ങൾ അടച്ചുവോ ആ വഴികളുടെ എല്ലാം ഇവർ പോവുകയും ശിർക്കിലേക്ക് അവർ ഇന്നെത്തുകയും ചെയ്തിരിക്കുന്നു. ഖാദിൽ ഇമാം അല്ലാമ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് 600 കൊല്ലം മുമ്പ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകം, വമൻ ജമഅ ബൈന സുന്നത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖുബൂർ വമാ അമറ ബിഹി വനഹാ അൻഹു വമാ കാനഹ സുഹാബുഹു വബൈന മാ അലൈഹി അക്സറു നാസ് അൽയൗം റഅ അഹദഹുമാ മുലാദ്ദൻ ലിൽ ആഖർ മുനാഖിദൻ ലഹു ബിഹൈസു ലാ യജ്തമിഅനി അബദാ. നബി തങ്ങളുടെ സുന്നത്ത് ഒരാൾ പഠിക്കാൻ തയ്യാറായാൽ ഖബറിന്റെ വിഷയത്തിൽ നബി തങ്ങൾ എന്താണോ പഠിപ്പിച്ച മാതൃക, നബി എന്താണോ കൽപ്പിച്ചത്, നബി എന്താണോ വിരോധിച്ചത്, സ്വഹാബിമാർ എന്തൊക്കെയാണോ ചെയ്തത്, അതും ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും തമ്മിൽ ഒരാൾ താരതമ്യം ചെയ്താൽ ഖബർ വിഷയത്തിൽ നബി എന്തെല്ലാം കൽപ്പിച്ചു, ഖബറിന്റെ കാര്യത്തിൽ നബി എന്തെല്ലാം വിരോധിച്ചു, ഖബറിന്റെ കാര്യത്തിൽ നബിയുടെ സുന്നത്ത് എന്താണ്, സ്വഹാബത്തിന്റെ നിലപാടെന്താണ്, ഇതും ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂടെ ഒരാൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവന് ബോധ്യപ്പെടും അത് രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒന്ന് മറ്റൊന്നൊരു നേരെ വിരുദ്ധമാണ്. ഒരിക്കലും യോജിക്കാത്ത വിധം നബി തങ്ങൾ പഠിപ്പിച്ചത് ഒരു ഭാഗത്ത്, ഇപ്പം നടക്കുന്നത് നേരെ തിരിച്ചുള്ള ഭാഗത്ത് എന്നവന് ബോധ്യപ്പെടും. ഇബ്നു ഖയ്യിം വിശദീകരിക്കാണ്. ഫനഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സ്വലാത്തിൽ ഖുബൂർ, നബി തങ്ങൾ പറഞ്ഞു ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല. വഹാഉലായി യുസല്ലൂന ഇൻദഹാ വഇലൈഹാ, ഇവരാവട്ടെ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു, ഖബറിന്റെ സമീപത്തും പോയി നിസ്കരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു ഖബറിലേക്ക് നിസ്കരിക്കാൻ പാടില്ല, പക്ഷേ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു, ഖബറിന് അടുത്ത് വെച്ചിട്ടും നിസ്കരിക്കുന്നു. മയ്യിത്ത് നിസ്കാരം പറ, അത് പ്രത്യേക നബി തങ്ങൾ എടുത്ത് പഠിപ്പിച്ചതാണല്ലോ. ഖബറുകളെ മസ്ജിദുകളാക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞു. ഒന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അത് അതേപടി ഇവിടെ നടപ്പാക്കുന്നു. 2 ഖബറ് മസ്ജിദാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വഹാഉലായി യബ്നൂന അലൈഹിൽ മസാജിദ, ഇന്ന് അവർ ഖബറിന് മീതെ പള്ളി ഉണ്ടാക്കുന്നു. വയസുമ്മുനഹ മശാഹിദ, അതിന് മഷ്ഹദുകൾ, ദർഗകൾ എന്ന് പേരിടും. പള്ളി ഉണ്ടാക്കും, പേര് മാറ്റിയിട്ട് ദർഗ എന്നാക്കി മാറ്റും. മുലാഹാത്തൻ ലിബുയൂത്തില്ല, പടച്ചറബിന്റെ ഭവനങ്ങളോട് തുല്യപ്പെടുന്ന രൂപത്തിലാണ് അതെല്ലാം നിർമ്മിക്കുന്നത്. വനഹാനി ഇഖാദി സുർജ് അലൈഹ, ഖബറിങ്ങൾ വിളക്കെത്തിക്കാൻ പാടില്ല, ഹദീസ് പ്രത്യേകം എന്ന കാര്യമാണ്. ഖബറിങ്ങൾ വിളക്കെത്തിക്കാൻ പാടില്ല. 3ാമത്തെ കാര്യം, എന്ന വഹാഉലായി ഇവരോ യൂഖിഫുന വുഖൂഫ അലാ ഇഖാദിൽ ഖനാദിർ അലൈഹ, അവിടെ വിളക്കെത്തിക്കുന്നു മാത്രമല്ല അതിനുവേണ്ടി വഖഫ് ചെയ്യുന്നു. വിളക്കെത്തിക്കാൻ വേണ്ടി പ്രത്യേകമായ വഖഫ്, അതിനുവേണ്ടി പ്രത്യേക നേർച്ച. നബി തങ്ങൾ പറഞ്ഞു വിളക്കെത്തിക്കരുത്, ഇവിടെ വിളക്ക് കത്തിക്കുക മാത്രമല്ല വിളക്ക് കത്തിക്കാൻ വേണ്ടി പ്രത്യേകമായ സംവിധാനങ്ങൾ, അതിനുവേണ്ടി വഖഫുകൾ പോലും ചെയ്യപ്പെടുന്നു. 4ാമത് വനഹ അൻ തുത്തഖിദ ഈദ, ഖബർ ഈദാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ആഘോഷ സ്ഥലമാക്കി മാറ്റരുത് എന്ന് പറഞ്ഞു. വഹാഉലായി യത്തഖിദുഹ അഅയാദൻ വമനാസിക യജ്തമിഊന ലഹ കജ്തിമാഇൻ ബിൽ ഈദി ഔ അക്സർ, പെരുന്നാളുകൾക്ക് സംഗമിക്കുന്നത് പോലെയോ അതിലേറെയോ ഇന്ന് ഖബറിനെ പോയി ആഘോഷത്തോടെ ഒരുമിച്ച് കൂടുന്നു, അവിടെ എതിരെ പ്രവർത്തിക്കുന്നു. വഅമറ ബിതസ്ബിയതിഹ, ഖബർ നിരപ്പാക്കണമെന്ന് പറഞ്ഞു നബി തങ്ങൾ. കമാ റവാ മുസ്ലിം ഫീ സ്വഹീഹിഹി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, അൻ അബിൽ ഹയ്യാജ് അൽ അസദി ഖാല ഖാല ലി അലി റളിയല്ലാഹു അൻഹു, അബുൽ ഹയ്യാജ് അൽ അസദി പറയാണ്, എന്നോട് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ എന്നെ നിയോഗിച്ച ദൗത്യമുണ്ട്, ആ ദൗത്യത്തിന് ഇതാ ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു. മക്കാ ഫതഹിന് അന്ന് നബി അലിയെ പറഞ്ഞയച്ചു 2 ദൗത്യത്തിന്. അലി പിന്നീട് ഖലീഫയായ കാലത്ത് അബുൽ ഹയ്യാജിനെ വിളിച്ച് പറയാണ്, പണ്ട് നബി എന്നെ ഒരു പണിക്ക് പറഞ്ഞയച്ചിരുന്നു, ഇന്ന് അതേ പണിക്ക് ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നു. അതിൽ പറഞ്ഞ ഒരു പണി എന്താണ്? ഒലാ ഖബറ മുസ്ലിഫൻ ഇല്ലാ സവൈത, ഉയർന്നിരിക്കുന്ന ഒറ്റ ഖബറും നിരപ്പാക്കാതെ വിടാൻ പാടില്ല. ഈ പണിക്ക് പണ്ട് നബി എന്നെ പറഞ്ഞയച്ചതാണ്, ഇപ്പോൾ ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു എന്ന്. പുതിയ പുതിയ രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ, അവിടെ ഫത്തഹായി വന്നപ്പോൾ അവിടെയൊക്കെ പ്രതിമകളുണ്ട്, അവിടെയൊക്കെ ഖബറുകൾ ഉയർത്തപ്പെട്ടവയുണ്ട്. അതെല്ലാം തട്ടി നിരപ്പാക്കാൻ വേണ്ടി ഭരണാധികാരിയായ അലി ഇബ്നു അബീ ത്വാലിബ്
അബുൽ ഹയ്യാജിനെ പറഞ്ഞേക്കുകയാണ്. വഹാഉലായി എന്നാൽ ഈ കൂട്ടരോ യുബാലിഗൂന ഫീ മുഖാലഫത്തുൽ ഹദീസ്, ഈ ഹദീസിന് എതിരാകുന്ന കാര്യത്തിൽ എല്ലാ അതിലും വിട്ടിരിക്കുന്നു. വയർഫഊനഹ അൽ അർളി കൽ ബൈത്തി, ഭൂമിയിൽ നിന്ന് വീട് പോലെ ഉയർത്തി ഉണ്ടാക്കുന്നു. വയഅഖിദൂന അലൈഹിൽ ഖിബാബ, അതിന് മീതക്കൊമ്പയുണ്ടാക്കുന്നു. ഖബർ ഉയർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഉയർത്തുക മാത്രമല്ല, കെട്ടി ഉയർത്തി ഒരു വീട് പോലാക്കി അതിന് മീതെ കുബ്ബയും ഉണ്ടാക്കുന്നു ഇവർ. നബി തങ്ങൾ എന്തു പറഞ്ഞോ അത് നേരെ എതിരായി ചെയ്യുന്നു. ആറാമത്തെ കാര്യം വനഹാൻ തജ്സീസിൽ ഖബരി വൽ ബിനാഇ അലൈഹി, ഖബർ സിമന്റ് ഇടാൻ പാടില്ല, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. കമാ റവാ മുസ്ലിമുൻ അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, ജാബിർ ഇബ്നു അബ്ദുല്ല പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ തജ്സീസിൽ ഖബർ, നബി തങ്ങൾ വിരോധിച്ചു ഖബർ കുമ്മായം ഇടുന്ന കാര്യം. യുഖഅദ അലൈഹി, ഖബറിന്മേൽ ഇരിക്കാൻ പാടില്ല എന്നും, യുബ്ന അലൈഹി, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കാൻ പാടില്ല. മൂന്ന് കാര്യം: ഒന്ന്, ഖബറിന്മേൽ ഇരിക്കരുത്; രണ്ട്, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കരുത്; മൂന്ന്, ഖബർ കുമ്മായം ഇടരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. വനഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബത്ത് അലൈഹ, എഴുതി വെക്കാനും പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. കമാ റവാ അബൂ ദാവൂദ് ഫീ സുനനിഹി അൻ ജാബിരിൻ, ഇതേ ഹദീസ് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ കാണാം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ തജ്സീസിൽ ഖബരി ഖുബൂരി വ യുക്തബ അലൈഹ, ഖബറിന്മേൽ എഴുതി വെക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഖാല തിർമിദിയു ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ. വഹാഉലായി എന്ന ഇക്കൂട്ടർ യത്തഖിദു അലൈഹിൽ അൽവാഹ, ഖബറിന്മേൽ പ്രത്യേകമായ പലകകൾ വെക്കുന്നു. വയക്തുബുന അലൈഹിൽ ഖുർആന വഗൈറ, അവിടെ ഖുർആനും അല്ലാത്തതുമെല്ലാം എഴുതി വെക്കുന്നു അവിടെ ഖബറിന്റെ സമീപത്ത്. വനഹാ അൻ യുസാദ അലൈഹ വഗൈറ തുറാബിഹ, മറ്റൊന്ന് നബി തങ്ങൾ പറഞ്ഞു, ഖബർ മൂടുമ്പോൾ ആ കളച്ച മണ്ണിനേക്കാൾ അധികം മണ്ണ് പോലും ഉണ്ടാവരുത്. ഖബർ കളക്കുമ്പോൾ കിട്ടിയ മണ്ണുണ്ടല്ലോ, ആ മണ്ണുകൊണ്ടാണ് ഖബർ മൂടേണ്ടത്. പുറത്തുനിന്ന് വേറെ മണ്ണ് അതിലേക്ക് വർദ്ധിപ്പിക്കരുത് എന്ന് പറഞ്ഞു. കമാ റവാ അബൂ ദാവൂദ് അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യുസൽ ഖബ്റു ഔ യുക്തബ അലൈഹി ഔ യുസാദ അലൈഹി, നബി തങ്ങൾ വിരോധിച്ചിരിക്കുന്നു ഖബർ കുമ്മായം ഇടൽ, ഖബറിന്മേൽ എഴുതി വെക്കൽ, ഖബറിന്മേൽ അധികമായി മണ്ണ് വർദ്ധിപ്പിക്കൽ നബി തങ്ങൾ വിലക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വഹാഉലായി, ഇവര് യസീദു അലൈഹ അൽ അജുറ വൽ ജിസ്സ വൽ അഹ്ജാറ, മണ്ണ് മാത്രമല്ല അവിടെ കല്ലുകളും ഇഷ്ടികകളും സിമന്റുകളും എല്ലാം വർദ്ധിപ്പിക്കുന്നു. മണ്ണ് ഖബർ മൂടുമ്പോൾ മണ്ണ് അധികം ഇടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊടുത്ത് മണ്ണും കല്ലും സിമന്റും ഇഷ്ടികയും എല്ലാം കൊണ്ടുവന്നിട്ടാണ് ആ ഖബറിന്ന് ഉഷാറാക്കി കൊണ്ടുവരുന്നത്. ഖാല ഇബ്രാഹിം നഖ്ഇ, ഇബ്നു ഖയ്യിം അന്ന് പറഞ്ഞാണ്, ഇപ്പത്തല്ല, ഇത് 600 കൊല്ലം മുമ്പ് എഴുതിച്ചാണ്. അപ്പൊ ഇന്നൊക്കെ പിന്നെ എന്താ പറയാ? ഇബ്രാഹിം നഖ്ഇ പറയുന്നു, കാനു യക്റഹുൽ ആജുറ അലാ ഖുബൂരിഹിം, സ്വഹാബിമാർ ഖബറിന് മീതെ ഇഷ്ടിക വെക്കൽ അവർക്ക് വെറുപ്പായിരുന്നു എന്നാണ്. തീ കൊണ്ട് ചൂടാക്കിയതാണ് ഇഷ്ടിക, അപ്പം അത് പാടില്ല എന്ന് പ്രത്യേകം അവർ പറയുമായിരുന്നു. വൽ മഖ്സൂദു, ഈ പറഞ്ഞതിന് മൊത്തം ഉദ്ദേശം അന്നഹാ ഉലാഇൽ മുഅല്ലിമിനൽ ഖുബൂർ, ഈ ഖബറുകളെ ബഹുമാനിക്കുന്ന ഈ കൂട്ടർ, അൽ മുത്തഖിദിനഹ അഅയാദൻ അൽ മൂഖിദനഹ അസ്സുറുജ, അവിടെ ഈദാക്കുന്ന ആളുകൾ, അവിടെ വിളക്കെത്തിക്കുന്ന ആളുകൾ, അല്ലദീന യബ്നൂന അലൈഹിൽ മസാജിദ് വൽ ഖിബാബ, പള്ളികളും കുബ്ബകളും നിർമ്മിക്കുന്ന ആളുകൾ, മുനാഖിദൂന ലിമാ അമറ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്താണോ കൽപ്പിച്ചത് അത് നേരെ വിരുദ്ധം പ്രവർത്തിക്കുന്നവരാണ്. മുഹാദ്ദൂന ലിമാ ജാഅ ബിഹി, നബി തങ്ങൾ കൊണ്ടുവന്നതിനോട് എതിർ ചെയ്യുന്നവരാണ്. വഅഅലമു ദാലിക, അതിൽ ഏറ്റവും വലിയ കാര്യമാണ് ഇത്തിഖാദുഹ മസാജിദ, ഖബറുകളെ പള്ളികളാക്കൽ. വഈഖാദു സുർജ് അലൈഹ, അവിടെ വിളക്കെത്തിക്കൽ. വഹുവ മിനൽ കബായിരി, അത് വൻപാപങ്ങളിൽ പെട്ടതുമാകുന്നു. വൻപാപങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ പല പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞു. ഇത് ഇബ്നു ഹജർ ഹൈത്തമിയുടെ അസ്സവാജിർ ഉദാഹരണമാണ്. ഇബ്നു ഹൈത്തമി അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന കിതാബ് എഴുതി, 4 വാള്യം. അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ, വൻപാപങ്ങളെ മൊത്തം താക്കീത് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ വൻപാപമുണ്ടോ അതെല്ലാം കൊടുക ചെയ്ത കിതാബാണ് അസ്സവാജിർ. അതിൽ അദ്ദേഹം വൻപാപങ്ങൾ എണ്ണയെ കൂട്ടത്തിൽ എണ്ണ ഒന്നാണ് ഖബർ കുമ്മായം ഇടൽ, ഖബറുമ്മ എടുപ്പുണ്ടാക്കൽ, ഖബർ പള്ളിയുണ്ടാക്കൽ, ഖബറുമ്മ പിന്നെ വിളക്കെത്തിക്കൽ, ഇത് അതുപോലെ കുബ്ബയുണ്ടാക്കൽ, ഇതൊക്കെ വൻപാപം കബീറത്തായിട്ടാണ് അദ്ദേഹം എണ്ണിയത്. ഷാഫി മദ്ഹബുകാരനാണ് ഇബ്നു ഹജർ അൽ ഹൈത്തമി. അദ്ദേഹത്തിൻ്റെ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന കിതാബിൽ മദീനക്കുബ്ബ ഖബറിന് മീതെയല്ല, അത് നബി പറഞ്ഞതുമല്ല, സ്വഹാബികൾ നിർമ്മിച്ചതുമല്ല, താബിഈങ്ങൾ നിർമ്മിച്ചതുമല്ല. ഇത് 678 കുബ്ബ ഉണ്ടാകുന്നത്.
ഖബറുണ്ടായത് ഹിജ്റ 11-ലാണ്, കുബ്ബ ഉണ്ടായത് 678-ലാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് മാതൃകയാക്കാൻ പറ്റുന്നല്ലോ. നബിതങ്ങൾ ഇങ്ങനെയൊക്കെ വിലക്കിയൊരു വില ഉണ്ടാക്കിയവരാണ് ഉത്തരവാദികൾ. അപ്പം നബിയുടെ കാലത്തതില്ല, സ്വഹാബയുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തുമില്ല, ഇമാം ഷാഫിയുടെ കാലത്തില്ല, 4 ഇമാമിങ്ങളുടെ കാലത്തുമില്ല. എല്ലാം കഴിഞ്ഞ് 678 മൻസൂർ കലാവൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ഭരിക്കുമ്പോഴാണ് ഖബറിന് മീതെ ആദ്യമായി കുബ്ബയുണ്ടാക്കിയത്. അന്ന് മരക്കഷ്ണങ്ങൾ വെച്ചുകൊണ്ടാണ് പ്രത്യേക കുബ്ബ. അന്നത്തെ പണ്ഡിതന്മാർ എതിർത്തു, നബിയുടെ ഖബറിന് മീതെ ആളെ കയറ്റി അവിടെ ഈ പലകയും ആണിയും എല്ലാം വെച്ച് അവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുക, അത് അദബുകേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അതിന് എതിർക്കുകയും, പക്ഷേ ഭരണാധികാരിയാണെന്നവർക്ക് അതുണ്ടാകുകയും ചെയ്തു. മാത്രമല്ല അത് ഉണ്ടാക്കിയ ആളുടെ വീടിന് തീപിടുത്തണ്ടായി എന്നാണ്. കുബ്ബപ്പണി കഴിഞ്ഞ ശേഷം ഇത് ഉണ്ടാക്കാൻ മുമ്പിൽ നിന്നുണ്ടല്ലോ, അയാളുടെ വീട് തീപിടുത്തണ്ടായി. അപ്പോൾ ആളുകൾ പറഞ്ഞു നബിൻ്റെ ഖബറിന് മീതെ അദബുകേട് കാണിച്ചതിനുണ്ടായ ശിക്ഷയാണ് എന്ന് വരെ അന്നവിടെ സംസാരമുണ്ടായിരുന്നു. അന്ന് പച്ചക്കുബ്ബല്ല എന്നുള്ളൂ, നീലക്കുബ്ബയാണ്. പിന്നെ ഒന്നാകെ തകർന്നു വീണ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ കുബ്ബ ഒന്നാകെ തകർന്നു. പിന്നെ രണ്ടാമത് അത് പുതുക്കി പണിതു. പിന്നെ തീപിടുത്തണ്ടായി. ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ മദീന പള്ളിക്ക് ഒന്നാകെ തീപിടുത്തണ്ടായി. അവിടുത്തെ മുഅദ്ദിന് ഇശാസ്കാലം കഴിഞ്ഞ് പോകുമ്പോൾ വിളക്ക് ഊതാൻ മറന്നുപോയി. ആ എലിയെന്തോ വന്നിട്ട് ആ വിളക്ക് തട്ടി പറഞ്ഞു പോയി. അങ്ങനെ തീപിടുത്തണ്ടായി. പള്ളി ഒന്നാകെ കത്തി, ഏതാണ്ട് എല്ലാ ഭാഗവും കത്തി. ഈ കുബ്ബ അടക്കം ആ ചുമലടക്കം ഒന്നാകെ കത്തിയാൻ മറന്നു. ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ അന്ന് വീണ്ടും പുതുക്കി പണിതു. അന്നും അത് നീലക്കുബ്ബയാണ്, അന്ന് പച്ചക്കുബ്ബല്ല. അത് കുബ്ബത്തു സർഖ എന്നാണ് അന്നൊക്കെ പ്രത്യേകപ്പെടുത്തിയത്, നീലക്കുബ്ബ. പിന്നീട് ഹിജ്റ 12-ാം നൂറ്റാണ്ടിലാണ് അത് പച്ചക്കുബ്ബയായിട്ട് മാറുന്നത്. ഹിജ്റ 12-ാം നൂറ്റാണ്ടിൽ പച്ചക്കുബ്ബയാക്കിയതിനെ പിന്നീട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരിക്കലും ഇതിന് തെളിവായി സ്വീകരിക്കാൻ പറ്റൂല. ഖബറിൻ്റെ മേലെന്നുള്ളതല്ല, അത് മൊത്തത്തിൽ പള്ളിയുടെ ആ ഭാഗം ഒന്നാകെ ഒരു കുബ്ബ ഉണ്ടാക്കിയതേ ഉള്ളൂ. ഖബറ് ആ ഭാഗത്തുണ്ട്, പക്ഷേ ഖബറിൻ്റെ മേലെ കൃത്യമായിട്ട് ഖബറിൻ്റെ മേലെ ഉണ്ടാക്കിയത് നിർമ്മാണമല്ല. അത് മാത്രമല്ല ആദ്യകാലത്തൊക്കെ പള്ളി വികസിപ്പിച്ചപ്പോൾ ആ ഭാഗത്ത് വികസിപ്പിക്കാനുണ്ടായിരുന്നില്ല. പള്ളിയുടെ ബാക്കി 3 ഭാഗം വികസിപ്പിക്കും, ആ ഭാഗം വികസിപ്പിച്ചിട്ടില്ല. ആദ്യകാലത്ത് നബിയുടെ ഭാര്യമാരുടെ വീടെല്ലാം വില കൊടുത്ത് വാങ്ങിയിട്ട് പള്ളിയാക്കി മാറ്റി. അന്നും ആയിഷ ബിന്റെ റൂം നിലനിർത്തി, അവിടെ അത് പള്ളിയാക്കിയിട്ടില്ല, അത് അങ്ങനത്തെ നിർത്തി. കാരണം അത് പള്ളിയല്ല, അത് വേറത്തിലാക്കിയിട്ടാണ് അവർ സ്ഥാപിച്ചത്. പിന്നീട് ആ ഭാഗം അടക്കം പൊളിച്ചിട്ട് അവിടെ ആ ചുമരുകൾ പുതുക്കി പണിതു. അന്നും അത് പള്ളിയാക്കി മാറ്റിയിട്ടില്ല, പള്ളി അങ്ങോട്ട് വികസിപ്പിക്കുന്നില്ല. ബാക്കി 3 ഭാഗത്തേക്കാണ് പള്ളി വികസിപ്പിക്കാറുള്ളത്. അപ്പം അത് തെളിവായി സ്വീകരിക്കാവതല്ല. അപ്പം ഇന്ന് ജീവിച്ചിട്ടുള്ള മദീനയിലെ മഹാപണ്ഡിതൻ അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രം കിതാബ് ഇതിലുണ്ട്. പച്ചക്കൊമ്പ് തെളിവാക്കി ഖബർ കെട്ടിപ്പൊക്കാൻ തെളിവുണ്ടാക്കുന്ന ആളുകളുടെ അവരുണ്ടാക്കുന്ന ന്യായങ്ങളും അതിന് മറുപടികളും എന്ന പേരിൽ പ്രത്യേക ഗ്രന്ഥം തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പം അതൊരിക്കലും ഇസ്ലാമിൽ തെളിവല്ല. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം, നബി പറഞ്ഞതോ സ്വഹാബ ഉണ്ടാക്കിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പിൽക്കാലത്ത് ചെയ്താൽ അത് ദീനിൽ തെളിവായി സ്വീകരിക്കാവുന്നതുമല്ല. പിന്നെ ഇൻതഹ കലാമു ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഫീ വസ്ഫി മാ ഹദസഹു ഉബാദുൽ ഖുബൂരി ഫീ സമാനിഹി. ഇബ്നു ഖയ്യിമിന്റെ കാലത്തുള്ള ആളുകൾ ചെയ്തതാണ് ഇപ്പോൾ ഇബ്നു ഖയ്യിം പറഞ്ഞത്. അദ്ദേഹം അക്കാലത്ത് കണ്ടത് വഖദ് സാദൽ അംറു ബഅദഹു വതതവറ ഇലാ അശദ്ദ വഅസ്ന. അതിന് ശേഷം ആ കാര്യം എത്രയോ പിന്നെയും പുരോഗതി വന്നു. അതിനേക്കാൾ എത്രയോ ശക്തമായ രൂപത്തിലേക്ക് അത് പിന്നീട് വികസിച്ചു. ഇന്ന് ഇത് എതിർക്കുന്നവൻ ഒറ്റപ്പെട്ടവനായും അവൻ ഔലിയാക്കന്മാരെ ചെറുതാക്കുന്നവനായും ഒക്കെയാണ് ഇന്ന് കണക്കാക്കുന്നത്. ഇബ്നു ഖയ്യിമിന്റെ കാലത്ത് മുസ്ലിമികൾ ചിലരൊക്കെ ചെയ്തപ്പോൾ അത് അദ്ദേഹം അന്നേരിയ വാക്കാതെ. ഇന്ന് അവർക്കാണ് ഭൂരിപക്ഷം. ഇന്നിത് പറ്റുല പറഞ്ഞാൽ പറഞ്ഞവനാണ് ഇപ്പം പ്രശ്നക്കാരൻ. കാരണം ഭൂരിപക്ഷം ഇത് ചെയ്യുന്നവനായി മാറി. അവരായി ഇതിനൊക്കെ ആളുകൾ അതാ ഇസ്ലാം, അത് പറ്റൂല, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഓൺ ഇസ്ലാം എന്നൊക്കെ ഒറ്റപ്പെട്ടു പോയ സമൂഹത്തിൽ നിന്ന് തെളിച്ചു പോയ ആളായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അജബി, ഏറ്റവും വലിയ അത്ഭുതം, അന്നഹും യുഗാറൂന ലിതനഖുസി ഹഖ്ഖിൽ ഔലിയാഇ ഹൈസു ഇതബറു തർക ഇബാദത്തിൻ തനഖുസൻ ലഹും വലാ യുഗാറൂന ലിതനഖുസി ഹഖ്ഖില്ലാഹി ബിശ്രിക്കിൽ അക്ബർ. ഔലിയാക്കന്മാരെ ഹക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയാൽ ഇവരിൽ ഭയങ്കര അരിശം കൊള്ളുന്നു. ഔലിയാക്കന്മാരുടെ സ്നേഹത്തിൽ, ഔലിയാക്കന്മാരുടെ സ്ഥാനത്തിലൊക്കെ ഒരു സംസാരത്തിലേക്ക് ഒരു ലേശം കുറച്ച് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം അവർക്ക്. എന്നാൽ അള്ളാഹിനെ പറ്റി കുറച്ചാലോ അവർക്കൊരു ബേജാറുമില്ല. ഔലിയാക്കന്മാരെ മോശമാക്കിയാൽ, ഔലിയാക്കന്മാരെ പറ്റി ചെറുതാക്കിയാൽ അത് ഭയങ്കര പ്രശ്നമാണ്.
എന്നാ അള്ളാഹുലേക്ക് പടപ്പാട് തുല്യപ്പെടുത്തിയിട്ട് അള്ളാഹുടെ സ്ഥാനം കൊടുക്കുമ്പോഴോ അതിൽ യാതൊരു ധർമ്മരോഷവും ഇവർക്കാർക്കുമില്ല. വല്ലാത്ത അത്ഭുതമാകുന്നു അത്. നബിയുടെ സുന്നത്തെ എതിരായി പ്രവർത്തിക്കുക വഴി നബിയുടെ സ്ഥാനം കുറക്കുന്നു, അതിനും അവർക്ക് ധർമ്മരോഷമില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അതാണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ. അന്ന് നബി പഠിപ്പിച്ചു കൊടുത്തത് നേരെ തിരിച്ച് അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ ചെയ്ത് ആ ചെയ്യുന്ന ആളുകൾ മഹാഭൂരിപക്ഷമായി അതായി ഇപ്പം ഇസ്ലാം. ഇതിനെതിരെ ഒരുത്തം പറഞ്ഞാൽ ആ പറഞ്ഞോൻ എന്തോ വലിയൊരു അപരാധം ചെയ്ത പോലെയാണ് ഇപ്പം ഉള്ളത്. ഈ കണ്ട പണികളൊക്കെ വൻപാപങ്ങളായി അപരാധമായി നബി തങ്ങൾ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അത് എതിർക്കുന്നവരാണ് ഇപ്പോൾ അപരാധം ചെയ്തവരായി ഇന്ന് കണക്കാക്കപ്പെടുന്നത്. എട്ടാമത്തെ കാര്യം അൽ ഗുലുവു ഫി ഹഖ്ഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കാര്യത്തിൽ അതിര് വിടുക, അതും ശിർക്കിലേക്കുള്ള ഒരു വഴിയാണ്, അതിലേക്കുള്ള വസീലയാണ്, ദരീഅത്താണ്. ലഖദ് ഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഗുലുവി ഫി തഅലീമിഹി വമദ്ഹിഹി. നബി തങ്ങളെ ബഹുമാനിക്കുക, നബി തങ്ങളെ പ്രശംസിക്കുക, അതിലൊന്നും അതിര് വിടാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഗൈറുഹു മിൻ ബാബി ഔലാ. നബിയെ പറ്റൂലെങ്കിൽ പിന്നെ അല്ലാത്തവർ ഏതായിരുന്നാലും പറ്റൂല. നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന നബിയാണല്ലോ, അതിന് പോലും അതിന് വിടാൻ പാടില്ല എന്നാണെങ്കിൽ അല്ലാത്തവരുടെ കാര്യത്തിൽ പിന്നെ എന്തായിരുന്നാലും അതിന് വിടാൻ പാടില്ലല്ലോ. കാരണം അതൊക്കെ സൃഷ്ടാവിനോട് സാദൃശ്യപ്പെടുത്തലേക്ക് എത്തിക്കും. നബിയെ പ്രശംസിക്കുന്നതിൽ അതിന് വിടരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ നസ്വാറാക്കൾ അമിതമായി പ്രശംസിച്ച പോലെ എന്നെ നിങ്ങൾ അമിതമായി പ്രശംസിക്കരുത്, ഞാനൊരു അടിമ മാത്രമാണ്, അത് നിങ്ങൾ പറയേണ്ടത് അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറയുക. റവാഹുൽ ബുഖാരിയു വ മുസ്ലിം. വൽ ഇത്റാഉ ഹുവ മുജാവസത്തുൽ ഹദ്ദി ഫീ മദ്ഹിഹി. ഇത്റാ എന്ന് പറഞ്ഞാൽ മദ്ഹിൽ അതിര് കവിയാന്നാണ്. അഥവാ ലാ തംദഹൂനി, നിങ്ങൾ എന്നെ പ്രശംസിക്കരുത്, ഫതഗ്ലൂ ഫീ മദ്ഹി, എന്നിട്ട് ആ മദ്ഹിൽ അതിര് കവിയരുത്. കമാ വലത്തിൻ നസ്വാറ ഫീ ഈസ ഇബ്നു മറിയം, നസ്വാറാക്കൾ ഈസ ഇബ്നു മറിയമിൽ അതിര് കവിഞ്ഞതുപോലെ. ഹത്താ ഇദ്ദഉ ഫീഹിൽ ഉലൂഹിയ്യ, ആ ക്രിസ്ത്യാനികൾ ഈസാ നബിയുടെ വിഷയത്തിൽ ഉലൂഹിയത്ത് വാദിച്ചു. അവസാനം മദ്ഹ് ചെയ്ത് അവസാനം ഉലൂഹിയത്ത് വാദിച്ചു. അതിനാൽ ഇന്നമാൻ അബ്ദുൻ, ഞാനൊരു അടിമ മാത്രമാണ്, ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു എന്ന് പറയണേ. ഐ സിഫൂനി ബിദാലിക, നിങ്ങൾ എന്നെ വിശേഷിപ്പിക്കേണ്ടത് അബ്ദുല്ലാ റസൂലുല്ലാ എന്നേ പറയാവൂ. വലാ തസീദു അലൈഹി, അതിലധികം മാവരുത്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു കമാ വസഫനി റബ്ബി ബിദാലിക, റബ്ബ് എന്നെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ്. നബി തങ്ങളെ പറ്റി അല്ലാഹ് പറഞ്ഞത് അബ്ദുല്ലാ എന്നാണ്. ഉദാഹരണം അല്ലാഹ് പറഞ്ഞു അൽഹംദുലില്ലാഹി അൻസല അബ്ദിഹിൽ കിതാബ്. കണ്ടോ, തൻ്റെ അടിമക്ക് കിതാബ് ഇറക്കി അല്ലാഹു തആല സർവസ്തുതിയും. വഖൗലിഹി തബാറകല്ലദീ നസ്സല ഫുർഖാന അലാ അബ്ദിഹി, അവിടെയും അതാ ഉപയോഗിച്ചത്. വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു വഖൗലുഹു യാ അയ്യുഹർ റസൂലു വഖൗലിഹി യാ അയ്യുഹൻ നബിയ്യു. അപ്പോൾ അല്ലാഹ് ഉപയോഗിച്ചൊക്കെ എങ്ങനെയാണ്? നബി, റസൂല്, അബ്ദ്, ഇതാണ് അല്ലാഹ് ഉപയോഗിച്ചത്. അതേ നിങ്ങൾ എന്നെപ്പറ്റി പറയാവൂ എന്നാണ് നബി തങ്ങൾ ഇവിടെ നമ്മോട് ആവശ്യപ്പെട്ടത്. ഫഅബൽ മുശ്രികൂന ഇല്ലാ മുഖാലഫത അംരിഹി. എന്നാൽ ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ നേരെ ഇതിലും എതിർ പ്രവർത്തിക്കുന്നത് മാത്രമേ അവർ അംഗീകരിച്ചുള്ളൂ. ഫഅല്ലമൂഹു ബിമാ നഹാഹും അൻഹു വഹല്ലറഹും മിൻഹു. നബി എന്താണോ വിരോധിച്ചത് അതാണ് ഇവർ ചെയ്യുന്നത്. മദ്ഹ് അമിതമാവരുത് പറഞ്ഞു, അപ്പോൾ പിന്നെ അമിതമാവലേ ഇവിടെ ഉള്ളൂ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വനാഖലുഹു അഅ്ളമ മുനാഖലത്തിൻ, അങ്ങേയറ്റം അവർ എതിര് പ്രവർത്തിക്കുന്നു. വശാബഹു അന്നസ്വാറ ഫീ ഗുലുവ്വിഹിം വശിർക്കിഹിം, ആ അതിര് കവിയലിൽ, ആ ശിർക്കിൽ നസ്വാറാക്കളുടെ മാർഗമാണ് ഇവർ സ്വീകരിച്ചത്. വജറാ മിൻഹും മിനൽ ഗുലുവ്വി ഫീ ഹഖ്ഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ഹുവ സ്വരീഹു ശിർക്കി ഫീ നസ്ഇഹിം വശിഅരിഹിം, പദ്യത്തിലും ഗദ്യത്തിലുമൊക്കെയായി വ്യക്തമായ ശിർക്ക് അവർ നബിയുടെ കാര്യത്തിൽ അമിതമായി പ്രശംസ എന്ന പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഖൗലിൽ ബൂസൂരി ഫീ ബുർദ യുഖാതിബുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബുർദയിൽ നബി അഭിസംബോധന ചെയ്തുകൊണ്ട് ബൂസൂരി പറഞ്ഞതുപോലെ, യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. യാ അക്രമൽ ഖൽഖി, ഏറ്റവും കരീമായ സൃഷ്ടിയായിട്ടുള്ളവരെ, എനിക്കാരുണ്ട് താങ്കളല്ലാതെ
വിപത്തുകളിൽ അഭയം തേടുവാൻ. ഇത് ഷെയ്ഖ് ഫൗസാൻ. ഇതിന് ശേഷമുള്ള വരികളും അടുത്ത ഈ വരികൾ ആകത്തുക എന്താണ്? നബിയോട് പ്രാർത്ഥിക്കുക, നബിയോട് അഭയം തേടുക, നബിയിലേക്കെല്ലാം സമർപ്പിക്കുക. ഇതാ ഉള്ളത്. ഏറ്റവും വലിയ പ്രയാസങ്ങളിൽ നബിയെ രക്ഷപ്പെടുത്തണേ തേടുക. അതാണ് ഈ വരികളിൽ ഉള്ളത്. മുസ്ലിം ഏതാണ്ട് 8ാം നൂറ്റാണ്ടാണ്. അല്ലാഹനെ മറക്കുന്നു. ഈ ഘട്ടത്തിലൊക്കെ നബിയോടാണ് അവർ തേടുന്നത്. ഈ കവിത ഉണ്ടാക്കിയവർ, സമാനമായ ആളുകൾ, അവർക്കെല്ലാം ഈ ചെയ്യുന്ന വലിയ കാര്യമാണ് എന്ന് പിശാച് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ മദ്ഹിൽ അധിക പേരുണ്ടായി. في قالب حبه وتعظيمه صلى الله عليه وسلم وأظهر لهم التزام السنة في عدم الغلو به صلى الله عليه وسلم في قالب بغضه وتنقصه. നബിയുടെ സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഇവരെ കണക്കിന് അത് എന്തൊരു കുറവാണ്. നബി അമിതമായി പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അത് നബിയെ സ്നേഹിക്കലാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. നബി പഠിപ്പിച്ച പോലെ ചെയ്യാന്നാൽ അതെന്തോ ഒരു പോരായ്മയായിട്ട് കണക്കാക്കുന്നു. അതിനെ അവിടെ തന്നെ പഠിക്കും. وفي الحقيقة أن ارتكاب ما نهى عن صلى الله عليه وسلم الإفراط في مدحه وترك متابعته في أقواله وأفعاله وعدم الإجلال بحكمه هو التنقص الحقيقي. യഥാർത്ഥ നബി ഞങ്ങൾ കാര്യം കൽപ്പിച്ചിട്ട് അതിന് എതിര് ചെയ്യലാണ് യഥാർത്ഥ നബിയോട് സ്ഥാനം കുറക്കൽ. നബിയുടെ കാര്യം കൽപ്പിക്കുക, അതിന് എതിര് ചെയ്യുക, എന്നൊരു പറയാൻ എനിക്ക് നബി വലിയ ഇഷ്ടമാണ്. അതല്ലല്ലോ ശരിക്കും നബിയെ കുറവാക്കൽ എന്താണ്? നബി കൽപ്പിച്ചിട്ട് അത് പ്രാവർത്തികമാക്കാതിരിക്കലാണ് നബിയെ കുറവാക്കൽ. فلا يحسن تعليمه ولا تتحقق محبته إلا باتباعه ونصرة دينه وسنته. ശരിയായ സ്നേഹവും ശരിയായ ആദരവും എന്നത് നബിയുടെ സുന്നത്തിനെ പിൻപറ്റലാണ്, നബിയുടെ ദീനിനെ സഹായിക്കലാണ്, നബിയുടെ സുന്നത്തിനെ സഹായിക്കലാണ്. അതല്ലാത്ത ഒരു തഅദീമില്ല. وقد جاء في حديث عبد الله بن شخير رضي الله عنه قال انطلقت مع وفد بني عامر إلى الرسول صلى الله عليه وسلم. അബ്ദുല്ലാഹി ബിൻ ഷഖീർ പറഞ്ഞു, ഞാൻ ഒരു സംഘത്തിന് ബനു ആമിർ സംഘത്തിൻ്റെ കൂടെ ഞാനും പോയി നബിയെ കാണാൻ. ഒരു ഇസ്ലാം സ്വീകരിക്കാൻ വന്ന വരവാണ്. ബനു ആമിർ സംഘം പോകുന്നുണ്ട്. അപ്പം ഞാനും കൂടെ പോയി. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഫഖുൽന, അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അന്ത സയ്യിദുനാ വബ്നു സയ്യിദിനാ. അത് ഓല രീതിയതാണ്. ഓലത്തെ നേതാക്കന്മാരോട് അങ്ങനെ പറയാം. അപ്പം ഞങ്ങൾ നബിയെ പോയി കണ്ടപ്പോൾ നബിയോട് നബിയെ, നിങ്ങൾ ഞങ്ങളുടെ നേതാവാകുന്നു, വബ്നു സയ്യിദിനാ, ഞങ്ങൾ നേതാവിൻ്റെ മകനുമാകുന്നു എന്ന് പറഞ്ഞു. അതായത് അബ്ദുൽ മുത്തലിബിൻ്റെ. ഫഖാല, അപ്പം നബി പറഞ്ഞു, അസ്സയ്യിദു അല്ലാഹു തബാറക വതആല, സയ്യിദ് അല്ലാഹുയാകുന്നു. നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. നബിനെ മുഖത്ത് നോക്കി അന്ത സയ്യിദാണ് നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നബി പറഞ്ഞു, സയ്യിദ് അല്ലാഹയാണ്. ഫഖുൽന, അപ്പം ഞങ്ങൾ പറഞ്ഞു, വഅഫ്ളലുനാ ഫദ്ലൻ വഅഅ്ളമുനാ തൗലൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫദ്ലുള്ള നിങ്ങളാണ്, ഏറ്റവും മഹത്വമുള്ള നിങ്ങളാണ്. ഫഖാല, അപ്പം നബി പറഞ്ഞു, ഫഖൂലു ബിഖൗലിക്കും ഔ ബഅദ ഖൗലിക്കും വലാ യസ്തജ്രിയന്നകും ശൈത്താൻ, നിങ്ങൾ പറയേണ്ടത് പറഞ്ഞോളി, വെറുതെ ശൈത്താനെ വഴി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. നിങ്ങൾ എന്താണ് പറയാൻ പറ്റിയത് അത് പറഞ്ഞോളി, അല്ലാതെ പിശാചിന് വെറുതെ നിങ്ങൾ വഴിയൊരുക്കേണ്ടതില്ല എന്ന് നബി ഞങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പം അതുപോലെ നബി അംഗീകരിച്ചില്ല. നബി സയ്യിദാണ് എന്നിട്ട് പോലും അന്ത സയ്യിദുനാ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അങ്ങനെ വെറുതെ ഒരാളെ നിങ്ങളിങ്ങനെ പുകഴ്ത്തിയാണ്ട് കിബർ വരാൻ നബിക്കും സാധ്യത, അവർക്കും അതുവഴി അതിന് വിടാൻ സാധ്യത. അങ്ങനത്തെ വഴിയൊന്നും ഉണ്ടാക്കേണ്ടതില്ല എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. റവാഹു അബൂ ദാവൂദ് ബിസനദിൻ ജയ്യിദിൻ. ഫീ ഹാദൽ ഹദീസി മനഅ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലായി അൻ യഖൂലു അൻത സയ്യിദുനാ, അൻത സയ്യിദുനാ എന്ന് പറയപ്പോൾ നബി ഞങ്ങൾ വിരോധിച്ചു. വഖാൽ അസ്സയ്യിദു അല്ലാഹു തബാറക വതആല, സയ്യിദ് അല്ലാഹയാണ് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. വനഹാഹും അൻ യഖൂലു വഅഫ്ളലുനാ ഫദ്ലൻ വഅഅ്ളമുനാ തൗലൻ വദാലിക ലിഅന്നഹു ഖശിയ അലൈഹിം അൽഗുലുവ. എന്തുകൊണ്ടാണ് അത് വിലക്കിയത്? അവർ അതിന് വിടുമോ എന്ന് നബി തങ്ങൾ ഭയപ്പെട്ടു. വകരിഹ അൻ യുവാജിഹുഹു ബിൽ മദ്ഹി ഫയുഫ്ളി ബിഹിം ഇലൽ ഗുലുവി, നബിയോട് ഇങ്ങനെ മദ്ഹ് ചെയ്ത് പിന്നെ ഇതിഞ്ഞ് പിടുത്തം വിട്ടു പോകുമോ എന്ന ഭയം കാരണം നബി തങ്ങൾ പറഞ്ഞു, വേണ്ട, അതൊന്നും പറയണ്ട. വഖാൽ ലാ യസ്തജ്രിയന്നകും ശൈത്വാൻ അയത്തഖിലുകും ജറിയൻ ലഹു വൽ ജരിയു അർറസൂൽ വൽ വകീൽ. ലാ യസ്തജ്രിയന്നകും, നിങ്ങൾ പിശാച് ഓൻ്റെ ഒരു ദൂതനാക്കി മാറ്റാതിരിക്കട്ടെ എന്നർത്ഥം.
ഫബയ്യന ബിഹാദാ അന്ന മുവാജഹത്തുൽ മാദിഹി ലിൽ മംദൂഹി ബിൽ മദ്ഹി വലൗ ബിമാ ഫീഹി അന്നഹു മിൻ അമലി ശൈത്വാൻ. ഒരാൾ മറ്റൊരാളെ പ്രശംസിക്കുക എന്നത് ഉള്ള കാര്യമാണെങ്കിൽ പോലും അത് ശൈത്താന്റെ ഒരു അമലിന്റെ ഭാഗമാണ് എന്ന് ഇതിന് മനസ്സിലാക്കാം. കേൾക്കുന്ന ആള് ഒന്ന് വലുതാകാൻ കാരണമായി മാറും. അയാൾ മുമ്പ് ഇങ്ങനെ അയാൾ വല്ല പ്രശംസിക്കുമ്പോൾ ഞാൻ വലിയ ആളാണ്, ഞാൻ തിരക്കിടില്ല എന്ന് അയാൾക്ക് സ്വയം ഒരു വലിപ്പത്തരം തോന്നും. തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് എതിരാണ്. പ്രശംസിച്ച ആളും അതിൽ വിടാൻ നിമിത്തമായി മാറിയേക്കാം. അപ്പൊ ഈ അമിതമായ പ്രശംസകൾ പ്രശംസിക്കുന്ന ആൾക്കും അഖീദയിൽ അബദ്ധം വരാൻ സാധ്യതയുണ്ട്, പ്രശംസിക്കപ്പെടുന്ന ആൾക്കും അതുവഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. അതേപോലെ അമിതമായി വർണ്ണിക്കരുത് എന്ന് പറഞ്ഞു. അമിതമായ പ്രശംസകൾ അവസാന നബിയെ പങ്കുചേർക്കാനും റുബൂബിയ്യത്തിന്റെ വിശേഷങ്ങൾ നബിക്ക് വിശേഷിപ്പിക്കാനും ഒക്കെ അത് കാരണമായേക്കാം. നബിയുടെ മദ്ഹുകൾ എന്ന പേരിൽ ഇന്ന് രചിക്കപ്പെട്ട പലതിലും നമുക്കത് കാണാൻ കഴിയും. ഉദാഹരണമായി ബുർദ വഗൈരിഹി മിമ്മാ ജറഹും ലിശ്ശിർക്കിൽ അക്ബർ, അതൊക്കെ ശിർക്കുൽ അക്ബറിലേക്ക് വരെ അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഉദാഹരണമായി നേരത്തെ പറഞ്ഞ വരി യാക്രമൻ ഖൽഖി മാലിമൻ അലൂദു ബിഹി എന്ന വരി. വഖൗലിഹി ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. ബുർദയിലെ മറ്റൊരു വരിയാണ്. നബിയെ നിങ്ങൾ ഔദാര്യമാണ് അദ്ദുനിയാ, ദുനിയാവ്, വദറതഹാ പരലോകവും, ദുനിയാവും ആഖിറവും നബിയെ നിങ്ങൾ ഔദാര്യമാണല്ലോ. വമിൻ ഉലൂമിക നിങ്ങൾ അറിവിൽ നിന്നാണല്ലോ ഇൽമുൽ ലൗഹി വൽ ഖലമി, ലൗഹുൽ മഹ്ഫൂദിന്റെ വിജ്ഞാനവും ഖലമിന്റെ വിജ്ഞാനവുമെല്ലാം നബിയെ നിങ്ങളുടെ അറിവിൽ നിന്നാണല്ലോ എന്ന് വരെ ബുർദയിൽ പറയുന്നു. ഇതൊക്കെ അങ്ങേയറ്റം പരിധി വിട്ട കാര്യമാണ്. വന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ അക്മലല്ലാഹു ലഹു മഖാമൽ ഉബൂദിയ്യ സ്വറ യക്റഹു യുംദഹ. നബിക്ക് അല്ലാഹു തആല ഉബൂദിയ്യത്ത് എന്നതിൻ്റെ പരിപൂർണത നൽകി. അല്ലാഹുവിന്റെ അടിമയാവുക എന്നത് പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു തആല നബിക്കത് കൊടുത്തു. അപ്പോൾ നബിക്ക് തന്നെ പ്രശംസിക്കൽ പോലും വെറുപ്പായി മാറിയതാണ്. അള്ളാഹിനെ പ്രശംസിക്കാന്നല്ലാതെ എന്നെ പ്രശംസിക്കണ്ട എന്ന നിലവാരത്തിലേക്കാണ് നബിതങ്ങൾ എത്തിയത്. സിയാനത്തിന്റെ മഖാമിൽ ഉബൂദിയ്യ വഹിമായത്തിന്റെ അഖീദ. കാരണം ആ ഉബൂദിയ്യത്തിന്റെ മഖാമ് അത് സംരക്ഷിക്കാൻ നബി ഉദ്ദേശിച്ചത്. അള്ളാഹിന്റെ അടിമയാവുക അത് വലിയ മഖാമാണ്. അവിടെ ആ മഖാമിനെ സംരക്ഷിക്കാനാണ് നബിതങ്ങൾ അതിനെതിരായി വന്ന എല്ലാം ഒഴിവാക്കാൻ പറഞ്ഞത്. وارشد الأمة إلى ترك ذلك نصحا لها وحماية لمقام التوحيد عن أن يدخله ما يفسده أو يضعفه من الشرك ووسائله ومن ذلك نهي لهؤلاء يقولون له أنت سيدنا وسيد مأخوذ من السودات. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞത് ഇത്തരം പ്രശംസകളൊന്നും വേണ്ട. അതുകൊണ്ടാണ് അന്ത സയ്യിദ് പറഞ്ഞപ്പോൾ വേണ്ട, സയ്യിദ് അള്ളയാണ് എന്നൊക്കെ പറഞ്ഞതാണ്. ഒരു അബ്ദ് എന്നതിൽ നിൽക്കാനാണ് നബിക്ക് ഇഷ്ടം. അതിനപ്പുറത്തേക്ക് തന്നെ പുകഴ്ത്തുന്ന നബി തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഇനി അവിടെ ചില ഭാഷ ചർച്ചയാണ്, വായിക്കണമെന്നില്ല. ഇബ്നു അസീർ നിഹായ എന്ന കിതാബ്, അത് ഹദീസിൽ വന്ന ഗരീബായ വാക്കുകൾ, അപരിചിതമായ വാക്കുകൾ വിശദീകരിക്കാൻ വേണ്ടി എഴുതപ്പെട്ട കിതാബാൻ നിഹായ. ഹദീസിൽ വന്ന ചില വാക്കുകൾ ഉണ്ടാവും, സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥത്തിന് അപ്പുറത്തേക്ക് ഹദീസിൽ ഉപയോഗിച്ച കുറേ പദങ്ങൾ, ആ പദങ്ങളെ മാത്രം ക്രോഡീകരിച്ച് അതിനെല്ലാം എന്താണ് ശരിയായ വ്യാഖ്യാനം എന്ന് എഴുതാൻ വേണ്ടി ഇബ്നുൽ അസീർ, ഇബ്നു കസീർ അല്ല, ഇബ്നുൽ അസീർ എഴുതിയ കിതാബ് അൻ നിഹായ ഫി ഗരീബിൽ ഹദീസ് എന്ന കിതാബ്. അതിൽ അദ്ദേഹം കൊടുക്കുക സയ്യിദ് എന്ന വാക്ക്. അപ്പം സയ്യിദ് അറബി ഭാഷയാണ്, അവർക്ക് ഉപയോഗിക്കലാണ്. പക്ഷേ ഈ ഹദീസിൽ സയ്യിദ് എന്ന് മറ്റൊരുത്തരം ഉപയോഗിച്ചത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ സയ്യിദ് എന്നപ്പോൾ അല്ല, സയ്യിദ് അള്ളയാണ് പറഞ്ഞത്. അപ്പം എന്താണ് ഈ സയ്യിദ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അവിടെ അദ്ദേഹം കൊടുക്കുന്നു അസ്സയ്യിദു യുത്ലഖു അല റബ്ബി വൽ മാലിക്കി വൽ ശരീഫി വൽ ഫാദിലി വൽ കരീമി വൽ ഹലീമി വമുതഹമ്മിലി അലാ ഖൗമിഹി വസ്സൗജി വൽറഈസി വൽ മുഖദ്ദമി. സയ്യിദ് എന്ന വാക്ക് ഈ അർത്ഥത്തിലൊക്കെ അറബികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് റബ്ബ്, റബ്ബിന് സയ്യിദ് പറയാം. മാലിക് ഉടമസ്ഥൻ, ഒരു സയ്യിദ് പറയാം. ഷരീഫ് മാന്യൻ, ഫാദിൽ ശ്രേഷ്ഠവാൻ, കരീം ഔദാര്യവാൻ, ഹലീം വിവേകമുള്ളവൻ, മുതഹമ്മിലി അദാ ഖൗമിഹി
ഖൗമിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും ഏറ്റെടുക്കുന്നവൻ. സൗജ് ഭർത്താവിന് സയ്യിദ് പറയാം, റഈസ് നേതാവിന് സയ്യിദ് പറയാം, വൽ മുഖദ്ദം മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് സയ്യിദ് പറയാം. ഇതൊക്കെ സയ്യിദ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ സയ്യിദ് അത് പിന്നീട് ഉപയോഗിക്കപ്പെട്ട വാക്കാണ്. സയ്യിദ്, ഷെരീഫ് എന്നൊക്കെ നബി കുടുംബത്തെ പറ്റി പിൽക്കാലത്ത് അങ്ങനെ ഉപയോഗിച്ച് പോന്നിട്ടുണ്ട്. ഷെരീഫ് എന്ന വാക്കാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചത്, പിന്നെയാണ് സയ്യിദിലേക്ക് അത് മാറിയത്. എന്നാൽ ഈ ഹദീസ് നബി ഞങ്ങൾ പറഞ്ഞു സയ്യിദ് അള്ളയാണ്. അവിടെ എന്താ പറയാൻ കാരണം? അപ്പം ഈ അർത്ഥത്തിലൊക്കെ സയ്യിദ് ഉപയോഗിക്കാനോ? അപ്പം പിന്നെ ഒരു സയ്യിദിനെ പറഞ്ഞ് തെറ്റാണോ? അല്ലല്ലോ. ഈ അർത്ഥത്തിലൊക്കെ സയ്യിദ് ഉപയോഗിക്കുമെങ്കിൽ അന്ത സയ്യിദുന എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ നബി ഞങ്ങൾ പറഞ്ഞത് വേണ്ട, സയ്യിദ് അള്ളയാണ്. കാരണം അന്ന സുഅദത ഹഖീഖതൻ ലില്ലാഹി അസ്സ വജല്ല, ശരിയായ നേതൃത്വം സിയാദത്ത് എന്നത് അള്ളാഹ്ക്കാണ്, ബാക്കി എല്ലാവരും അവൻ്റെ അടിമകളാണ്. അതുകൊണ്ട് വസ്സയ്യിദു ഇദാ ഉത്രിഖ അലല്ലാഹി തആല, മുത്തലഖായിട്ട് അള്ളാഹ്ക്ക് സയ്യിദ് ഉപയോഗിച്ചാൽ ഫഹ ബിമഅനൽ മാലികി വൽ മൗല വർ റബ്ബി, മാലിക്, മൗല, റബ്ബ് എന്നൊക്കെയാണ് അപ്പോൾ സയ്യിദിന് അർത്ഥം. അതുകൊണ്ടാണ് നബി പറഞ്ഞ അതിലേക്ക് എത്താൻ ഒരു ചാൻസ് കണ്ടപ്പോൾ നിങ്ങൾ സയ്യിദ് പറയണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് പറയുന്നു അല്ലാഹു സമദ് എന്ന ആയത്തിന് ഇബ്നു അബ്ബാസ് കൊടുത്ത അർത്ഥം എന്താണ്? അസ്സയ്യിദ്, അല്ലാഹ് സമദാണ് എന്നതിന് ഐ അസ്സയ്യിദു, അല്ലാഹ് സയ്യിദാകുന്നു. സിയാദത്തിന്റെ നേതൃത്വത്തിന്റെ എല്ലാ ഇനങ്ങളും പൂർത്തിയായ സയ്യിദ്, അതാണ് സമദ് എന്നാണ് ഇബ്നു അബ്ബാസ് അതിന് അർത്ഥം കൽപ്പിച്ചത്. അതുകൊണ്ടാണ് നബി തങ്ങൾ ഇവിടെ പറഞ്ഞത്. ഇനി മറ്റൊരു സംഭവം കൊടുക്കാണ്. ഖുറൈശിൽപ്പെട്ട ആൾ വന്ന് നബിയോട് പറഞ്ഞു അന്ത സയ്യിദു ഖുറൈശ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അസ്സയ്യിദു അല്ലാഹ്, സയ്യിദ് അള്ളയാകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ഇങ്ങനെ സമാനമായി ഉപയോഗിച്ചതാണെന്നാണ്. അപ്പോൾ ചോദ്യം വരാം, ഒരു ഹദീസിലുണ്ടല്ലോ അന സയ്യിദു വുൽദി ആദമ വലാ ഫഖറ, ഞാൻ ആദം സന്തതികൾ നേതാവാകുന്നു എന്ന് നബി തങ്ങൾ പല ഹദീസുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഖിയാമത്തിന്റെ പരലോകത്തെ മഹ്ശറിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്, വലാ ഫഖറ, ഫഖർ പറയുകയല്ല എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ യോജിപ്പിക്കാന്നാണ്. ഇവിടെ പറഞ്ഞു സയ്യിദ് പറഞ്ഞപ്പോൾ പറ്റൂല, എന്നാൽ അപ്പോൾ നബി തന്നെ പറഞ്ഞു ഞാൻ സയ്യിദാണ്. അപ്പം ഈ ഹദീസ് എന്ത് ചെയ്യും? അതിനെ കുറിച്ച് ഖാലഹു ഇഖ്ബാറൻ അമ്മാ അക്രമഹു അല്ലാഹു ബിഹി മിനൽ ഫളി വസ്സുഅദി വതഹദ്ദുസൻ ബിനിഅമത്തില്ലാഹി തആല അലൈഹി വഇലാമൻ ലിഉമ്മത്തി, അല്ലാഹു കൊടുത്തൊരു ഒരു ഔദാര്യമാണ്, അല്ലാഹു കൊടുത്തൊരു ഫളലാണ്. അത് ഉമ്മത്തിനെ അറിയിക്കണം, അത് അറിയിച്ചെങ്കിലേ ഉമ്മത്തിനെ വിശ്വസിക്കാൻ കഴിയുള്ളൂ. അപ്പം അത് ഒരു നിഅമത്ത് അറിയിക്കുക എന്ന നിലക്ക് നബി ഞങ്ങൾ അറിയിക്കുക മാത്രമാണ് അവിടെ ചെയ്തത്. ഈമാനുഹും ബിഹി അലാ ഹസബിഹി വമൂജിബിഹി, കാരണം അപ്പോഴേ ഉമ്മത്ത് അതെനിക്ക് അതൊക്കെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇത് അറിയിച്ചില്ലെങ്കിലോ അത് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അറിയിച്ചു. ഉടനെ നബി തങ്ങൾ പറഞ്ഞു വലാ ഫഖറ, ഫഖർ പറയല്ല. ഞാൻ സയ്യിദാണ് എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു വലാ ഫഖറ, അഭിമാനം പറയുകയില്ല. എനിക്ക് അഭിമാനിക്കാൻ ഞാൻ വലിയ ആളായിട്ട് പറയുന്നില്ല, പക്ഷെ അള്ളാഹ് എന്നെ ആദം സന്തതികളുടെ നേതാവാക്കിയിരിക്കുന്നു. ആ യാഥാർത്ഥ്യം അറിയണം, ഉമ്മത്തിനെ അറിയിക്കണം, ഉമ്മത്തിനെ വിശ്വസിക്കണം. അത് വിശ്വസിക്കണമെങ്കിലോ നബി നമ്മോട് പറഞ്ഞു തരണം. അപ്പം നബി പറഞ്ഞു കൊടുത്തു ഞാൻ ആദം മക്കളുടെ സയ്യിദാണ്, പക്ഷെ വലാ ഫഖറ. നേക്കുന്നതായി വിളിക്കാതാനും പറ്റുമെന്നെ. അതെ, അത് ചർച്ച വരുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിയെപ്പറ്റി സയ്യിദ് പറയാൻ പറ്റുമോ ഇല്ലേ? അതിൽ പൊതുവെ സ്വീകരിച്ചു വന്ന ഒരു മധ്യമായ നിലപാട് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി ഏതായാലും വിളിക്കുന്നതിനാണ്. മുമ്പിൽ അയാൾ കേൾക്കെ അയാളുടെ മുമ്പിൽ വെച്ച് ഇയാൾ സയ്യിദാണ് അല്ലതല്ല, അയാൾ അഭാവത്തിന് വേണേൽ പറയാം അയാൾ നമ്മൾ സയ്യിദാണെന്നാലും. കാരണം അയാൾക്ക് അത് പ്രത്യേകിച്ച് ഒരു കിബർ വരാനൊന്നും സാധ്യതയില്ലല്ലോ. അത് ആധുനിക ഭാഷയിലുണ്ട്. ഇന്നത്തെ ഭാഷയിലൊക്കെ സ്ത്രീ എന്നൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം അറബിയിൽ സയ്യിദ് എന്നുള്ള ഉപയോഗിക്കാം. ഏത്? അതെ, ഇവിടെ മുഖദ്ദമാണ്. ഇനി പറ്റായികൊന്നുമില്ല, ഈ പറഞ്ഞ ഒരുപാട് അർത്ഥം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇടാം. സയ്യിദ് പറ, അത് സൗഭാഗ്യവാൻ. അന്ന ഹാദിഹിൽ ഫളീല അല്ലത്തി നിൽതുഹാ കറാമത്തൻ മിനല്ലാഹ്, ഈ അതിസർത്ഥം എനിക്ക് കിട്ടിയ ഈ നേതൃത്വം എന്ന് പറയുന്ന ഈ സ്ഥാനം അത് പഠിച്ചോൻ്റെ ഔദാര്യമാണ്. വലം അനൽഹാ മിൻ ഖിബദി നഫ്സി, ഞാൻ സ്വന്തം നിൽക്ക് നേടിയതല്ല. വലാ ബല്ലഗ്തു ബിഖുവ്വതി, എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതുമല്ല. അതിനാൽ ഫലൈസ ലി അൻ അഫ്തഖിറ ബിഹാ,
അവിടെ എനിക്ക് തൊട്ട് അഭിമാനിക്കാൻ വകയുമില്ല. അതാ വലാ ഫഖ്റാനത്. അവനാണ് സ്വന്തം നേടിയാണെങ്കിൽ ഇത് അഭിമാനിക്കാൻ വകുപ്പുള്ളത്. ഞാൻ എൻ്റെ ഒരു കഴിവുകൊണ്ട് സയ്യിദായതല്ല, അതെ എനിക്കതിന് ഫഖറിന് വകയുമില്ല. അതാണ് വലാ ഫഖ്റ എന്ന് നബി പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇൻതഹ ഫഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദു വൽദി ആദം. നബി തങ്ങൾ ആദം മക്കളുടെ നേതാവാണ്. കമാ അഖ്ബറ ബിദാലിക്. ലാകിൻ ലമ്മാ വാജഹു ഹൗലായി ബിഹാദൽ ലഫ്ലി. എന്നാൽ ഈ ആളുകൾ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഈ വാക്ക് ഉപയോഗിച്ചപ്പോൾ നബി തങ്ങൾ വിലക്കി. ഖൗഫൻ മിനൽ ഉലുവി അല്ലദി യുഫ്ലി ബിഹിം ഇലാ ശിർക്കി. ശിർക്കിലേക്ക് അവിടെ എത്തിക്കാൻ സാധ്യതയുണ്ട്, അമിതമായി പോകും എന്ന പേടിയാൽ നബി തങ്ങൾ വിരോധിക്കുകയാണ് അവിടെ ചെയ്തത്. സമാനമായ മറ്റു സംഭവം ഇത് വ്യക്തമാക്കുന്ന കാര്യമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അനസ് പറയുന്നു, അന്നനാസം ഖാലു, ചില ആളുകൾ വന്ന് നബിയോട് പറഞ്ഞു, യാ ഖൈറനാ വബ്ന ഖൈരിനാ വസയ്യിദനാ വബ്ന സയ്യിദനാ, ഞങ്ങൾ ഖൈറായവനെ, ഖൈറായവൻ്റെ മകനെ, നേതാവായവനെ, നേതാവിൻ്റെ മകനെ എന്ന് നബിയുടെ മുമ്പിൽ കൂട്ടർ പറഞ്ഞു. അവൻ നബി തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് ഖൂലൂ ബിഖൗലിക്കും, ജനങ്ങൾ നിങ്ങൾ പറയുന്ന വാക്ക് പറഞ്ഞോളി. വലാ യസ്തഹ്വിയന്നകും ശൈത്താൻ, പിശാച് നിങ്ങളെ ഇത്തരം വഴിയിലേക്ക് കൊണ്ടുപോകാതിരിക്കട്ടെ. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്, അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹിന്റെ അടിമയാണ് ഞാൻ, അള്ളാഹിന്റെ റസൂലാണ് ഞാൻ. മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗക മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജല്ല. അള്ളാഹ് എനിക്ക് തന്ന സ്ഥാനമുണ്ട്, അതിന് അപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ ഉയർത്തുന്നത് എനിക്കിഷ്ടമില്ല. കണ്ടോ, ഞാൻ മുഹമ്മദാണ്, ഞാൻ അബ്ദുള്ളയാണ്, ഞാൻ റസൂലയാണ്, ഇതാണ് അള്ളാഹ് എനിക്ക് തന്നത്, ഇതിന് മേലേക്ക് നിങ്ങൾ എന്നെ ഉയർത്തുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് നബി തങ്ങൾ അവരോട് പറയുന്നു. ഫഫീ ഹാദിൽ ഹദീസ് മാ യുബയ്യു അന്നഹു നഹാഹും അൻ യഖൂലു യാ സയ്യിദനാ എന്ന് പറയൽ നബി വിരോധിച്ചു എന്ന് ഈ ഹദീസ് മനസ്സിലാക്കാം. ഖശ്യതൻ അലൈഹിം മിന ഗുലുബി ഫീ ഹഖ്ഖിഹി, കാരണം നബിയുടെ കാര്യത്തിൽ അവർ അതിര് വിടുമോ എന്ന ഭയം കാരണം. ഫസദ്ദ ഹാദ ത്വരീഖ മിൻ അസാസിഹി, ആ വഴി നബി തങ്ങൾ അടിയോടെ അടച്ചു കളഞ്ഞു. ആ കവാടം തന്നെ വേണ്ട. ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചത്, നിങ്ങളുടെ ഉദ്ദേശം എന്താ ഒന്നും ചോദിച്ചിട്ടില്ല. ആ വഴി തന്നെ അടച്ചു, വേണ്ട, നിങ്ങൾ അങ്ങനെ പറയണ്ട എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഏറ്റവും ഉന്നതമായ രണ്ട് വിശേഷണം പറയാൻ പറഞ്ഞു. ഏതാ? അബ്ദുല്ല, റസൂലുള്ള. ഇതാണ് ഏറ്റവും വലിയ മഖാമ്, ഏറ്റവും വലിയ സ്ഥാനമിതാണ്. അത് നിങ്ങൾ പറഞ്ഞോളി എന്നാണ് നബി തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തത്. അതിനപ്പുറം ഉയർത്തൽ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഹിമായത്തൽ തൗഹീദ്, തൗഹീദെ സംരക്ഷിക്കാനാണ് നബി അങ്ങനെ ചെയ്തത്. വഹാദാ കസീറും ഫി സുന്നത്തി സാബിതത്തി അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്ഥിരപ്പെട്ട ഹദീസിൽ ധാരാളമായി ഇങ്ങനെ കാണാൻ കഴിയും. ഉദാഹരണമായി നേരത്തെ ഹദീസ്, ലാ തുത്റൂനി കമാ തുത്റൻ നസ്വാറ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ ഈസാ നബിയെ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ അമിതമായി പുകഴ്ത്തരുത് എന്ന് പറഞ്ഞ ഹദീസ്. മറ്റൊരു ഹദീസ്, ഇന്നഹു ലാ യുസ്തഗാസു ബി വഇന്നമാ യുസ്തഗാസു ബില്ലാഹി അസ്സ വജല്ല, എന്നെ കൊണ്ട് ഇസ്തിഗാസ ചെയ്യാൻ പറ്റൂല, അള്ളാഹിനോടാണ് ഇസ്തിഗാസ ചെയ്യുക എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ്. ഇതൊക്കെ ഈ ഗണത്തിൽ വരുന്ന ഹദീസുകളാണ്. അതായത് ഒരു മുനാഫിക്കുണ്ട് അവിടെ, സാധാരണ ഇസ്തിഗാസ ഉദ്ദേശിച്ചത് അവിടെ ഒരു മുനാഫിക്ക് വരെ വല്ലാണ്ട് ഇടങ്ങാറാക്കും മുസ്ലിമീങ്ങളെ, എപ്പോഴും ഉപദ്രവിക്കും. അപ്പം സുഹൈബിനെ നമ്മൾ നബിയോട് ഇസ്തിഗാസ ചെയ്യാം. അവൻ നബി പറഞ്ഞു, ഇന്നഹു ലാ യുസ്തഗാസു ബി, ഇസ്തിഗാസ എന്നോടല്ല അള്ളാഹിനോടാണ്. അത് സാധാരണ സഹായമാണ്. എന്നാലും ഈ പദം പ്രയോഗിച്ചപ്പോൾ പറഞ്ഞു വേണ്ട. ഹദീസ് സ്വഹീഹ് അല്ല എന്നാണ് പ്രബല അഭിപ്രായം. വനഹാനി തമാദുഹി, പരസ്പരമുള്ള മദ്ഹ് പറയൽ നബി വിരോധിച്ചു. വശദ്ദദ ഫീഹി, ഗൗരവമായി പറഞ്ഞു. കമൻ ഖൗലി ലിമൻ മദഹ ഇൻസാനൻ, ഒരാളെ പ്രശംസിക്കുക കേട്ടു നബി തങ്ങൾ, ഒരാൾ വേറൊരാളെ പ്രശംസിക്കുകയാണ്. അവൻ നബി വൈലക് ഖതഅത ഉനക സ്വാഹിബിക്, എന്താണ് നീ അവൻ്റെ പെരടി ഓടിച്ചല്ലോ എന്നാണ് നബി പറഞ്ഞത്. ഒരാൾ വേറൊരാളെ പുകഴ്ത്തുമ്പോൾ നീ അവനെ തകർത്ത് കളഞ്ഞല്ലോ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ നബി വിലക്കി. വഖാല ഇദാ ലഖീതുൽ മദ്ദാഹീന ഫഹ്സൂ ഫി വുജൂഹിഹിം തുറാബ് വജഹിഹിം തുറാബ്, മദ്ഹ് ചെയ്യുന്നവരെ കണ്ടാൽ അവരെ മുഖത്ത് നിങ്ങൾ മണ്ണ് വാരി എറിയുക എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരാളെ പുകഴ്ത്തുക, അയാളെ വല്ല പ്രശംസിക്കുക, അത് നബി തങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അത് കണ്ടാൽ മണ്ണ് വാരി എറിയാനാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇതാണ് ശരിയായ നിലപാട്. നമ്മൾ ഉമർ മോദിയെ പറ്റി കാണാം. ഉമർ മോദി പ്രസംഗിക്കാൻ പോയപ്പോൾ സ്വാഗതം പറഞ്ഞപ്പോൾ സ്വാഗതത്തിന് ഉമർ മോദിനെ കുറേ പുകഴ്ത്തി പറഞ്ഞു. ഇയാൾ വലിയ ഒന്നല്ല സുന്നാളൊരു അടിയില, അപ്പം വലിയ ഉസ്താദാന്ന് ഓർക്ക് തോന്നിക്കൊണ്ടാണ് എനിക്ക് സ്വാഗതം പറഞ്ഞ ആൾ വലിയ ഉഷാറാക്കി പറഞ്ഞാണ്. അപ്പോൾ സ്വാഗതം കഴിഞ്ഞ് ഉമർ മോദി എന്നിട്ട് പറഞ്ഞു, ഇയാളെ മുഖത്ത് മണ്ണ് വരിടാൻ ആളും ജയിച്ചിട്ടാണ് ഉമർ മോദി തുടങ്ങിയത് പറഞ്ഞു.
അപ്പം അതാണ് ശരിയായ നിലപാട്. അല്ലാതെ അവിടെ ഇങ്ങനെ പൊന്തി കൊടുക്കില്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ട് വലിയ ആളാവല്ല വേണ്ടത്. അപ്പം നബി തങ്ങൾ ഇത്രയൊക്കെ പറയാൻ കാണുന്നതാണ്. രണ്ട് പ്രശ്നമാണ്. ഒന്ന്, മാദിഹ് പ്രശംസിക്കുന്ന ആളിൽ ഉലുവ് വരും, അതിൽ കവിയൽ വരും. രണ്ട്, മംദൂഹ് പ്രശംസിക്കപ്പെടുന്ന ആൾക്കോ ഒരു എഴുജാബ്, ഒരു സ്വയം ഒരു പൊങ്ങച്ചം വരികയും ചെയ്യും. അത് രണ്ടും ഇല്ലാതാക്കാനാണ് നബി ഇത് പാടില്ല എന്ന് പറഞ്ഞു. ഇത് രണ്ടും അഖീദയെ ബാധിക്കും. ഉലുവായാൽ അഖീദയെ ബാധിക്കും. ഞാൻ തരക്കേടില്ല തോന്നിയാലോ അതും തന്നെ അഖീദയെ ബാധിക്കും. അതുകൊണ്ട് നബി നിങ്ങൾ പറഞ്ഞത് പാടില്ല. ബഖയുഖാൽ, അപ്പം ഇനി ഒരു സംശയം ബാക്കി. അതെന്താ? ഹൽ യജൂസു അൻ യുഖാൽ മഖ്ലൂഖി സയ്യിദുൻ, ഏതെങ്കിലും പടപ്പിനെ പറ്റി സയ്യിദ് പറയൽ ജായിസാണോ എന്ന് ചോദിച്ചല്ലോ. ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഒരാളെ പറ്റി സയ്യിദ് പറയാമോ ഇല്ലേ എന്ന് ബാക്കി ഒരു സംശയം വരാം. ഖാദിർ അല്ലാമ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നു ഖയ്യിം പറഞ്ഞ മറുപടിയാണ് ഇവിടെ എടുത്തു കൊടുക്കുന്നത്. ഇഖ്തലഫ അന്നാസു ഫീ ജവാസ് ഇത്ലാഖി സയ്യിദ് അലൽ ബശർ, മനുഷ്യർക്ക് സയ്യിദ് എന്ന് ഉപയോഗിക്കൽ പറ്റുമോ ഇല്ലേ, അത് ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫമനഅഹു ഖൗമുൻ, ഒരു ഭാഗം പറഞ്ഞു അത് പാടില്ല. വനുഖിയൻ മാലിക്കിൻ, ഇമാം മാലിക്കൊക്കെ അങ്ങനെ അത് വിലക്കി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരാളെ പറ്റി സയ്യിദ് പറയാൻ പാടില്ല എന്ന് ഇമാം മാലിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. വഹ്തജ്ജു ബിഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖീല ലഹു യാ സയ്യിദനാ എന്ന് പറഞ്ഞ ഈ ഹദീസ് അതാണ് അവർ തെളിവായിക്കൊണ്ടത്. നബിയോട് നിങ്ങൾ സയ്യിദ പറഞ്ഞപ്പോൾ നബി പറഞ്ഞല്ലോ സയ്യിദ് അള്ളയാണ്. ആ ഹദീസാണ് അവർ തെളിവായി പിടിച്ചത്, പാടില്ല എന്ന് പറയാൻ. വജവ്വസഹു ഖൗമുൻ, വേറെ ചില ആളുകൾ ഇത് ജായിസാണെന്ന് പറഞ്ഞിരിക്കുന്നു. വഹ്തജ്ജു ബിഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ അൻസ്വാർ, അത് തെളിവെന്താണ്? അൻസ്വാരികളോട് നബി തങ്ങൾ പറഞ്ഞു ഖൂമു ഇലാ സയ്യിദിക്കും, അൻസ്വാരികളോട് നബി തങ്ങൾ പറഞ്ഞു സയ്യിദ് വന്നപ്പോൾ നബി തങ്ങൾ സയ്യിദിനെ പോയി സ്വീകരിക്കാൻ പറഞ്ഞു. സയ്യിദ് ഇങ്ങനെ വരികയാണ്. അപ്പം നബി അത് ഖൂമു ഇലാ സയ്യിദ്, അതാ നിങ്ങൾ നേതാപദവനെ ചെല്ലി അയാൾ സ്വീകരിച്ചുകൂടി എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി പോയിട്ട് സയ്യിദിനെ സ്വീകരിച്ചുകൂടി. അപ്പം നബി അവിടെ പറഞ്ഞല്ലോ ഖൂമു ഇലാ സയ്യിദിക്കും എന്ന് പറഞ്ഞു. അപ്പം നബി സയ്യിദ് ഉപയോഗിച്ചല്ലോ. അപ്പം അതുകൊണ്ട് സയ്യിദ് ഉപയോഗിക്കാൻ പറ്റും എന്ന് വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. വഹാദ അസഹ്ഹു മിൻ ഹദീസിൽ അവ്വൽ, ആദ്യം പറഞ്ഞ ഹദീസിനേക്കാളും സ്വഹീഹ് ഹദീസാണ് രണ്ടാമത് പറഞ്ഞ ഹദീസ്. ഇത് കുറച്ചുകൂടെ അതിനേക്കാളും ബലം കൂടുതലാണ്. അതുകൊണ്ട് അതിലേക്കാണ് ഇബ്നു ഖയ്യിം കുറച്ചുകൂടെ ചാഞ്ഞത് അർത്ഥം. ചിലർ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ പാടുണ്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടുകൂട്ടം തെളിവ് പറഞ്ഞു. ഈ തെളിവ് കുറച്ചുകൂടെ പ്രബലമാണ് എന്ന് പറയുക വഴി എന്നെ പറഞ്ഞാൽ തെറ്റില്ല എന്നാണ് ഇബ്നു ഖയ്യിമിൻ്റെ അഭിപ്രായം. ഇൻതഹ ഖാല ശാരിഹു, ഇബ്നു ഖയ്യിമിൻ്റെ ആ വാചകത്തിന് ശർഹ് ചെയ്തുകൊണ്ട് പറയുന്നു വഅമ്മാ ഇസ്തിലാഹു ബിഖൗലി അൻസ്വാർ, നബി അൻസ്വാരികളോട് പറഞ്ഞല്ലോ ഖൂമു ഇലാ സയ്യിദിക്കും എന്ന് പറഞ്ഞല്ലോ. ഫല്ലാഹിറു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാജിഹു സഅദൻ ബിഹി, നബി സഅദിനോട് നേരെ പറഞ്ഞിട്ടില്ല നീ ഞങ്ങൾ സയ്യിദാണെന്നോ സയ്യിദേന്നോ നബി വിളിച്ചിട്ടില്ല. പിന്നെ ഇവരോട് പറയാണ് നിങ്ങൾ സയ്യിദ് എന്ന് പറഞ്ഞു പോയി സ്വീകരിച്ചോളീൻ, അല്ലാതെ സയ്യിദിനെ മുഖത്ത് നോക്കിയിട്ട് യാ സയ്യിദ് അൻത സയ്യിദ് എന്നൊന്നും നബി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഫയകുന ഫീ ഹാദൽ മഖാമി തഫ്സീലുൻ, അതുകൊണ്ട് ഇതിൽ ഒരു വിശദീകരണം അതിലുണ്ട്. വകാനഹു യഖ്സു ബിത്തഫ്സീരി ലാ യുസു യുവാജിൽ ഇൻസാനു വയുഖാലുഹു യാ സയ്യിദ് മിൻ ബാബിൽ മദ്ഹി. അപ്പോൾ ഇതിൻ്റെ വിശദാംശം എന്താണ്? ഇപ്പോൾ രണ്ട് ഐറ്റം തെളിവ് വന്നല്ലോ. ഒരു തെളിവ് സയ്യിദ് പറഞ്ഞ പറ്റി വിലക്കിയത്, മറ്റൊരു തെളിവ് നബി തന്നെ സയ്യിദ് ഉപയോഗിച്ചത്. അപ്പം രണ്ടും കൂടെ ജംഅ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒരാളെ നേരെ അഭിമുഖീകരിച്ചുകൊണ്ട് സയ്യിദ് പറയുക മിൻ ബാബിൽ മദ്ഹി, അയാളെ മദ്ഹ് ചെയ്യുക എന്ന നിലയ്ക്ക് അയാളോട് സയ്യിദ് എന്ന് പറയാൻ പറ്റൂല. അതെ അല്ല, അതല്ല, ഇത് കൗലല്ലല്ലോ. ഇത് കൗല് ഒരാളെ മൂത്തൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, ഇതും കൗലാണ്. ഇത് നബി പറഞ്ഞതല്ലേ? ഇല്ല, ഖൂമു സയ്യിദ് നബി പറഞ്ഞതല്ലേ? അങ്ങനെ വരില്ല ഇതിൽ. അപ്പം ഒരാളെ മദ്ഹ് ചെയ്യുക എന്ന അർത്ഥത്തിൽ അയാളെ മുഖത്ത് നോക്കിയിട്ട് യാ സയ്യിദ് അൻത സയ്യിദ് എന്നൊക്കെ പറയൽ പറ്റുകയില്ല. എന്ന ഒരു സ്ഥലത്തില്ലെങ്കിലോ അയാളെ പറ്റി പറയാം. അയാളുടെ അർഹനാണെങ്കിൽ, ഇത് പറയാൻ യോഗ്യനാണ്. ഒരു സമൂഹത്തിൻ്റെ നേതാവാണ്, അല്ലെങ്കിൽ ഒരു കബീലയുടെ നേതാവാണ്, ഒരു നാടിൻ്റെ നേതാവാണ്. അപ്പം അയാളെ പറ്റി അയാൾ അവിടുത്തെ നേതാവാണ് എന്ന് പറയാൻ തെറ്റൊന്നുമില്ല. എന്നാൽ അയാളെ മുഖത്ത് നോക്കിയിട്ട് താങ്കളാണ് നേതാവ്, താങ്കൾ ഞങ്ങളെ സയ്യിദാണ് പറഞ്ഞല്ലോ, അത് ശരിയുമല്ല. ജംഅൻ ബൈനൽ അദില്ല. അപ്പം രണ്ട് ദലീലുകളും ജമ്മ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. വല്ലാഹു അഅലം. അപ്പോൾ അതാണ് ഷെയ്ഖ് ഫൗസാനൊക്കെ അഭിപ്രായം. അതാണ്, അതായത് ഒരാളെ മുഖത്ത് നോക്കി പ്രശംസിക്കുന്ന ഭാഗമായിട്ട് സയ്യിദ് എന്ന് വിളിക്കൽ
നല്ലതല്ല. ഒരാൾ കയറി വരുമ്പോൾ ഭയങ്കരമായ അയാൾ സയ്യിദും അയാളെ മധുവും പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഒരു കിബർ വരാൻ വകുപ്പുണ്ടാക്കുക, അതൊന്നും ശരിയല്ല. അയാൾ അഭാവത്തിന് വേണമെങ്കിൽ, അയാൾ അർഹനാണെങ്കിൽ ആ അർഹതയുള്ള നിലക്ക് വെച്ചുകൊണ്ട് പറയുന്നതിന് വിരോധവുമില്ല. വല്ലാഹു അഅലം. 9ാമത്തെ കാര്യം ഞാൻ ഖുലൂബു ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അതിര് കവിയൽ. അതാണ് ഇനിയുള്ള ബാബ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് വായിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അഖീദ ശരിയായ രൂപത്തിൽ സ്വീകരിക്കുന്ന മുത്തഖീകളിൽ മുവഹിദുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.